ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാക്കയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ഗുരവേ ഗൗരചന്ദ്രായ രാധികായൈ തദാലയേ കൃഷ്ണായ കൃഷ്ണഭക്തായ തദ്ഭക്തായ നമോ നമഃ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിവിദീർഷദന്തമോന്തം സംസാരിണം കരുണയാഗപുരാണഗുഹ്യം തം വ്യാസസൂനുതയാമി ഗുരും മുനീനാം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തഥോ ജയമുദീരയേത്. നഷ്ടപ്രായേഷ്വഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികീ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. മുഖം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനദാരിണം പരമാനന്ദമാധവം ശ്രീചൈതന്യം ഈശ്വരം. പഞ്ചതത്വാത്മകം കൃഷ്ണം ഭക്തരൂപസ്വരൂപകം ഭക്താവതാരം ഭക്താഖ്യം നമാമി ഭക്തിശക്തികം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. കഥഞ്ജന സ്മൃതേ യസ്മിൻ ദുഷ്കരം സുകരം ഭവേത് സ്മൃതേ വിപരീതം സ്യാത് ശ്രീചൈതന്യം നമാമിതം. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രസ്ഥായ ഭൂതലേ ശ്രീമതേ മഹാവിഷ്ണു ഗോസ്വാമിന്നിതി നാമിനി. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രസ്ഥായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിന്നിതി നാമിനി. നമസ്തേ സരസ്വതേ ദേവി ഗൗരവാണി പ്രചാരണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യവൈസാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. നമ്മള് ശ്ലോകം നമ്പർ 36 എടുത്തോണ്ടിരുന്നപ്പോഴാണ് ബ്രഹ്മാണ്ടത്തെ കുറിച്ച് പറയേണ്ടി വന്നത്. 36 നമ്മുടെ ശ്രീല പ്രഭുപാദരെ അതിനെക്കുറിച്ച് കുറെ വിശദീകരണങ്ങൾ തന്നിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ആ ബ്രഹ്മാണ്ടം എടുക്കേണ്ടി വന്നത്. യഥാർത്ഥത്തിൽ ബ്രഹ്മാണ്ടമല്ല ഞാൻ എടുത്തത്. അങ്ങനെ ഹെഡിങ് പ്രഭു ഇട്ടെങ്കിലും ഞാൻ എടുത്തത് സ്പിരിച്വൽ വേൾഡാണ്. സ്പിരിച്വൽ വേൾഡും ആധ്യാത്മിക ലോകത്തിന്റെ ഒരു ബ്രഹ്മാണ്ടം അത്ര മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അത് ആ ശ്ലോകത്തിനെ സംബന്ധിച്ച് വേണ്ടത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ബാക്കി ഒന്നും പറഞ്ഞിട്ടുമില്ല. അതുകൊണ്ട് പൂർണ്ണമായി നമ്മൾ ബ്രഹ്മാണ്ടമെന്ന് വിചാരിക്കരുത്. അതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഹരേ കൃഷ്ണ. അതുകൊണ്ട് ഇന്നും എല്ലാവർക്കും എൻ്റെ ഒരു ഭാഗവതം ക്ലാസ്സിലേക്ക് കൂടി സ്വാഗതം. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. അതോടൊപ്പം ആരും ഇത് കേട്ടു എന്ന് വിചാരിച്ച് ഇത് ഇത്ര ബുദ്ധിമുട്ടാണ് എന്ന് കരുതി ആരും അതേക്കുറിച്ച് ഓർത്ത് വിഷമിക്കേണ്ട. ഇതിന്റെ ഒരു വിശദീകരണം എന്ന് പറയാൻ ഒരു ശതമാനമാണ് നമ്മളിപ്പോ പഠിച്ചിരിക്കുന്നത്. ആ ഒരു ശതമാനത്തില് പല കാര്യങ്ങളും പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അത് ഇത്ര വലുതാണ്, ഇത്ര പ്രയാസകരതാണ് എന്നൊന്നും ആരും ചിന്തിക്കണ്ട. ഹരേ കൃഷ്ണ. നമ്മള് പോവുകയാണ്. അപ്പൊ അത് ബ്രഹ്മാണ്ടം പഠിച്ചു. അതിനകത്ത് ആർക്കെങ്കിലും എന്തെങ്കിലും ഇന്നലെ കേട്ടത് ഡൗട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചോളൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നമ്മൾ അടുത്ത ശ്ലോകത്തിലേക്ക് പോവുകയാണ്.
നമുക്ക് വേസ്റ്റ് ചെയ്യാൻ കഴിയില്ല. ആർക്കെങ്കിലും എന്തെങ്കിലും അത് ചോദിക്കാനോ പറയാനോ ഉണ്ടെങ്കിൽ ചോദിക്കാം. കാരണം ഇനി അതിനൊരു അവസരം നമുക്ക് കിട്ടുകയില്ല. ഇനിയും ഇതുപോലെ പ്രഭാതര് ഇത്രയും ഇതായിട്ട് പറഞ്ഞിട്ടില്ല. ആത്മീയ ലോകങ്ങളെ പ്രഭാതത്തിനുള്ളെങ്കിൽ അസംഖ്യം ആത്മീയ ആകാശങ്ങളുണ്ട് എന്ന് പറഞ്ഞിവിടെ നിർത്തിയാണ് പ്രഭാത്. ഹരേ കൃഷ്ണ. അപ്പൊ അതിലെ ഇപ്പൊ ഈ കാണിച്ചതിൽ തന്നെ നടുക്കുള്ള ഭാഗം എവിടെ വെച്ച് കുറച്ചുകൂടെ ഒന്ന് ഉയർത്തിയ പ്രഭു. അവരും രണ്ടും കൂടെ ഉള്ള ഒന്ന് എടുത്തേ പ്രഭു. ആത്മീയ നോക്കൂ, ഈ കാണുന്ന മധ്യത്തിൽ കാണുന്ന ആ വൈറ്റ് കളർ കാണുന്നത് ബ്രഹ്മജ്യോതിസാണ്. അതാണ്. ഹരേ കൃഷ്ണ. എല്ലാവരും ഉണ്ടോ? ആരുടെയും ഒരു അനക്കവും ഇല്ല. എന്ത് പറ്റി? കാണുന്നുണ്ട്. നിങ്ങളാരും ഉണ്ടോന്ന് എനിക്ക് സംശയം. അതുകൊണ്ടാണ് ഞാൻ എല്ലാവരും ഉണ്ട്. എന്റെ കുട്ടികളൊക്കെ എന്റെ കൂടെ തന്നെ ഉണ്ടോ? എന്റെ കുട്ടികളൊക്കെ എന്റെ കൂടെ തന്നെ ഉണ്ടോ? പോയോ? സംശയം. പിന്നെ ആ വൈറ്റ് കളർ കാണുന്നതാണ് ബ്രഹ്മജ്യോതി എന്ന് പറയുന്നത്. കണ്ടോ ഇവിടെ? ഈ കാണുന്നത് ആ ബ്രഹ്മജ്യോതി സദാശിവ ലോകത്തിന്റെ താഴെയായിട്ട് വൈറ്റ് കളർ, അതിന്റെ താഴെയാണ് ഗ്രീൻ കളർ കാണുന്നത്. ഈ വൈറ്റ് കളർ കാണുന്നത് ബ്രഹ്മജ്യോതി. അതിനിപ്പുറത്ത് വെച്ചാണ്, അവിടെ വെച്ച് നമുക്ക് എന്ത് ചെയ്യണം? അതാണ് ബൗണ്ടറി ആയിട്ട് വരുന്നത്. എന്തിന്റെ? ആത്മീയ ലോകത്തിന്റെയും ഭൗതിക ലോകത്തിന്. ഇത് ഭൗതിക ലോകം, ഇത് ആത്മീയ ലോകം. ഒന്ന് കാണിച്ചു കൊടുക്കും പ്രഭു വെച്ചിട്ട്. പച്ച കളറിൽ വരുമ്പോൾ ആ പച്ച കളർ എടുത്ത്, പച്ച കളർ എന്ന് പറയുന്നത് ഇവിടെ താഴെ, പച്ച കളർ എന്ന് പറയുന്നത് ഭൗതിക ലോകം. ഇനി മുകളിലോട്ട് പോയി മഹാദേവനും ബ്രഹ്മജ്യോതിക്കപ്പുറം മഹാദേവൻ ഇരിക്കുന്നുണ്ടല്ലോ, അവിടെ വരുമ്പോ അത് എന്താണ്? ആത്മീയ ലോകം, പ്യുവർ ആത്മീയ ലോകമാണ്. പക്ഷെ ആ ബ്രഹ്മജ്യോതി എന്ന് എഴുതിയിരിക്കുന്നത് ഇതിന്റെ രണ്ടിന്റെയും കൂടി ഒരു എന്ത് പറയും, നമ്മളെ ബൗണ്ടറി എന്ന് പറയത്തില്ലേ, അതാണ് ഈ ബ്രഹ്മജ്യോതി എന്ന് പറയുന്നത്. ഇന്നലെ ആരാണെന്നറിയില്ല പ്രഭു എനിക്ക് തോന്നുകയാണ് പ്രഭു ചോദിച്ചെന്ന് തോന്നുന്നു. അവിടെ എന്താണ് ബ്രഹ്മജ്യോതിസിൽ 3 എഴുതിയിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചിരുന്നു അല്ലെ? അതെ, എനിക്ക് അവിടെ ക്ലിയർ ആയിരുന്നില്ല എങ്കിലും ഞാനത് വലിയ ഇത് നോക്കി. ജ്ഞാനയോഗീസ് അറ്റൈൻ ദിസ് എന്നാണ് എഴുതിയിരിക്കുന്നത്. കണ്ടോ? ജ്ഞാനയോഗീസ് ഇത് നേടുന്നു. അപ്പൊ ബ്രഹ്മജ്യോതിസിൽ ഈ കാണുന്ന ഈ കളർ, ഈ വെള്ള നിറമുള്ളിടത്ത് വരുന്നത് എന്ന് വെച്ചാൽ ആ ഭാഗത്ത് എത്തുന്നവരെ ജ്ഞാനയോഗികൾക്കാണ് അവിടെ എത്താൻ കഴിയുന്നത്. അപ്പൊ ജ്ഞാനയോഗികൾ അവിടെ എത്തുന്നു എന്ന് പറഞ്ഞു. അതുപോലെ ബ്രഹ്മജ്യോതിയുടെ തൊട്ട് താഴെ എഴുതിയിരിക്കുന്നത്, ഇന്ന് പ്രഭു ഉണ്ടോ? ഹരേ കൃഷ്ണ. എന്നോട് ക്വസ്റ്റ്യൻ ചോദിച്ചത് പ്രഭു ആയിരുന്നു. എനിക്ക് തോന്നുന്നു ചോദിച്ചത് കൃഷ്ണാസ് എഫൾജൻസ് എന്ന് എഴുതിയിട്ടുണ്ട്. കൃഷ്ണന്റെ പ്രകാശമാണ് ആ കാണുന്നതെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത് ബ്രഹ്മജ്യോതിയുടെ താഴെയായിട്ട്. അത് കഴിഞ്ഞിട്ട് അതിന്റെ റൈറ്റ് സൈഡിൽ എഴുതിയിരിക്കുന്നത് ബ്രഹ്മാണ്ഡം എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്ന ആ പ്രകാശം അവിടെ വരെയാണ് ഉള്ളത്. അപ്പൊ ആ വൈറ്റ് കളർ കാണുന്നിടത്ത് വരെയാണ് ഈ പ്രകാശം ഉള്ളത് എന്നുള്ളതാണ്. അപ്പൊ അവിടെ എഴുതിയിരിക്കുന്നത് ജ്ഞാനയോഗീസിന് കടന്നു വരാവുന്ന സ്ഥലം ഇവിടം വരെയാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ജ്ഞാനത്തിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കരുതേ എന്നുള്ളത്. ഇപ്പൊ ഇതൊക്കെ അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ ആദ്യമേ പറഞ്ഞത്. ഇതൊക്കെ കേട്ടെന്ന് വിചാരിച്ച് അതിൽ തന്നെ മുഴുകിയിരിക്കല്ല. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കൃഷ്ണ ഭക്തിയിലാണ് മുഴുകേണ്ടത്. പക്ഷെ നമുക്ക് ഇതെല്ലാം അറിയണം. എന്തിനാ അറിയുന്നതെന്ന് ചോദിച്ചാല് ഭഗവാൻ എത്രമാത്രം, ഭഗവാന്റെ സ്ഥാനം എവിടെയാണ്. നമ്മൾ കാണുന്നത് പോലെ, നമ്മൾ വിചാരിക്കുന്ന പോലെ ഞാനും ഭഗവാനും ഒന്നാണെന്ന് പറയുന്നവർക്ക് വ്യക്തമായി മനസ്സിലാക്കാനുള്ള ഒരു മാർഗമാണ് ഞാനിവിടെ പറഞ്ഞത്. അപ്പൊ ഇവിടെ വരെ ഇത് ഞാൻ എത്ര പഠിച്ചാലും, നമ്മൾ എന്തെല്ലാം പഠിച്ചാലും, പുരാണങ്ങളും ഉപനിഷത്തുക്കളും സർവ്വതും പഠിച്ചെടുത്തു വലിയ ജ്ഞാനിയായി മാറിയാലും അവർക്ക് ഇവിടം വരെയാണ് കടന്നു ചെല്ലാൻ കഴിയുന്നത്. അപ്പൊ നമുക്ക് ഭക്തി കൊണ്ട്, ഭക്തി പാരവശ്യത്തോടു കൂടി ഭഗവാനെ ഓർക്കുന്നവർക്ക് മാത്രമേ ഇതിനപ്പുറത്തേക്ക് പോകാൻ കഴിയുള്ളൂ. അപ്പൊ ഇവിടെ ബ്രഹ്മാണ്ടം, ഇവിടെ കാരണാംശം. ഇത് കാരണസമുദ്രം എന്ന് പറയുന്നത് പ്യുവറായിട്ട് എന്താണ്? ഭൗതിക ലോകത്തിലാണ്. അവിടെ വരുമ്പോഴാണ് സൃഷ്ടി തുടങ്ങുന്നത് എന്നറിയാം. ഇവിടെ മഹാവിഷ്ണു കിടക്കുന്നു എന്നും അറിയാം. പിന്നെ ഇവിടെ എന്താണ്? ഒരു ബ്രഹ്മാണ്ടം ഇവിടെ കാണിച്ചിരിക്കുകയാണ്. കണ്ടോ? ഒരു ബ്രഹ്മാണ്ടം ഇവിടെ കാണിച്ചിരിക്കുന്നു. അപ്പൊ ഇത് ഞാൻ ഇതിന്റെ രണ്ടിന്റെയും കൂടെ മധ്യഭാഗം എന്ന് പറയാൻ കാരണം അതാണ്. ബ്രഹ്മാണ്ടം ഇവിടെയാണ് തുടങ്ങുന്നത്. മറ്റിടത്ത്
കാരണോന്നതകശായി വിഷ്ണു സ്ഥിതി ചെയ്യുകയാണ്. അപ്പൊ ഇവിടെ കണ്ടു. ഇവിടെ പിന്നെ വരുമ്പോഴേ ഓരോ നമ്മുടെ ബ്രഹ്മാണ്ടത്തിലെ ഓരോ പ്ലാനറ്റ്സിനെയും ഇങ്ങനെ കാണിച്ച് താഴോട്ട് വരുന്നു. അപ്പൊ നിങ്ങൾ എന്നോട് ചോദിച്ചുമില്ല, ഞാനൊട്ട് പറഞ്ഞുമില്ല. എന്താണ്? രണ്ട് വിഷ്ണുക്കളെ കുറിച്ച് പറഞ്ഞു. അപ്പോഴേ മൂന്നാമത്തെ വിഷ്ണുവിനെ കുറിച്ച് എന്നാൽ എവിടെയാണെന്ന് നിങ്ങൾ ആരും ചോദിച്ചുമില്ല, ഞാനൊട്ട് പറഞ്ഞുമില്ല. അപ്പോഴേ എവിടെയാണ് അടുത്ത വിഷ്ണു കിടക്കുന്നതെന്ന് നോക്കി. ഇതിന്റെ ഈ ഓരോ പ്ലാനറ്റ്സിന്റെയും ഈ പാതാള ലോകത്തിന്റെ താഴ്ഭാഗത്തായിട്ട് ഇവിടെ നമ്മുടെ ഗർഭോദക സമുദ്രത്തിൽ. അപ്പൊ ഗർഭോദക സമുദ്രം എവിടെയാണെന്ന് നോക്കണം. ഗർഭോദക സമുദ്രത്തിന്റെ ഭാഗത്തായിട്ട്, പാതാളത്തിനടുത്തായിട്ട് യഥാർത്ഥത്തിൽ ആര് കിടക്കുന്നു? ഗർഭോദകശായി വിഷ്ണു കിടക്കുന്നു എന്നുള്ളത് വ്യക്തമായി അവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ അതിൽ നിന്ന് ഒരു ബ്രഹ്മാണ്ടം കാണിച്ചിട്ടുണ്ട്. ആ ഒരു ബ്രഹ്മാണ്ടത്തിൽ അതിന്റെ മുകളിലായിട്ട് കാരണ സമുദ്രം കാണിച്ചിട്ടുണ്ട്. വിരജ റിവർ എന്നും പറഞ്ഞ് വിരജ നദി അതിന്റെയൊക്കെ ഒരു കഥ ഞാൻ പണ്ട് പറഞ്ഞിട്ടുള്ളതാണ്. വിരജ നദി ഉണ്ടായത് എങ്ങനെയാണ്. അപ്പൊ അവിടെ വിരജ നദി കാണിക്കുന്നുണ്ട്. പിന്നെ മഹാവിഷ്ണു കാരണദേശായി വിഷ്ണു കിടക്കുന്നത് കാണിച്ചു. അവിടെ ഒരുപാട് ബ്രഹ്മാണ്ടങ്ങൾ ഇങ്ങനെ വരുന്നതായി കാണിച്ചു. പിന്നെയാണ് നമ്മൾ ഈ യൂണിവേഴ്സിൽ കയറിയത്, പ്രപഞ്ചത്തിലേക്ക് കയറിയത്. പ്രപഞ്ചത്തിൽ അൺലിമിറ്റഡ് മെറ്റീരിയൽ യൂണിവേഴ്സസ് ഉണ്ടെന്ന് പറഞ്ഞു. ഇത് ഗർഭോദകശായിയുടെ സ്ഥലമാണ്, ഗർഭോദകശായിയാണ് അവിടെ ഉള്ളത് എന്ന് പറഞ്ഞു. ഉമയെ അവിടെ കണ്ടു, ഉമാദേവിയെ അവിടെ കണ്ടു. പിന്നെ അവിടെ എന്താണ് സത്യലോകം, തപോലോകം, ജനലോകം, മഹർലോകം, സ്വർഗലോകം എന്ന് പറഞ്ഞു. ഭൂവർലോകം വരെ പറഞ്ഞു. സ്വർഗലോകം എന്ന് പറയുന്നത് ഇന്ദ്രലോകമാണ്. ഹെവൻലി പ്ലാനറ്റ്സ് അവിടെയെല്ലാം കാണാം. അതുപോലെ അത് 33 മില്യൺ ഡെമി ഗോഡ്സും ഡീമൺസും ഉള്ള സ്ഥലമാണ് ഈ സ്വർഗലോകം എന്ന് പറയുന്നത്. പിന്നെ ഭൂവർലോകം വരുന്നു. അത് രാക്ഷസന്മാരുടെയും ഗോസ്റ്റിന്റെയും ഒക്കെ സ്ഥലമാണ് ഈ ഭൂവർലോകം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് അതിന്റെ താഴെയായിട്ട് വരും നമ്മുടെ ഭൂമി എന്നുള്ളത്. നമ്മുടെ ഭൂമി, ആ ഭൂമിയിൽ നമ്മൾ താമസിക്കുന്നു. പിന്നെ താഴോട്ട് പോകുമ്പോഴാണ് അതലം, വിതലം, സുതലം, തലാതലം, മഹാതലം, രസാതലം, പാതാളം. ആ പാതാളത്തിനോട് ചേർന്നാണ് ഇതാണ് എന്തെങ്കിലും പാപം ചെയ്യുന്നവർക്കുള്ള എന്തെങ്കിലും പാപമല്ല, ഒരുപാട് പാപം ചെയ്തവർക്കുള്ള ഹെല്ലിഷ് പ്ലാനറ്റ്സ് 26 നമ്മുടെ ഭാഗവതം 5-ാം സ്കന്ധത്തിൽ പറയുന്നുണ്ട്. ഇപ്പൊ ഈ പാതാള ലോകത്തിനടുത്തായിട്ട് ഗർഭോദക സമുദ്രത്തിൽ നമ്മുടെ ഗർഭോദകശായി ശയിക്കുന്നു എന്നും പറഞ്ഞു. അപ്പൊ എന്ന് മനസ്സിലാക്കുക. അപ്പൊ ലോവർ പ്ലാനറ്റ്സ് ഉണ്ട്, മിഡിൽ പ്ലാനറ്റ് ഉണ്ട്, ഹയർ പ്ലാനറ്റ് ഉണ്ട്. ഹയർ പ്ലാനറ്റ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ എന്തൊക്കെയാണ്? സത്യലോകം, തപോലോകം, ജനലോകം, മഹർലോകം, സ്വർഗലോകം, അതുപോലെ ഭൂവർലോകം. പിന്നെ മിഡിൽ പ്ലാനറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഭൂമിയാണ്. പിന്നെ അതലം വിതലമാണ് ലോവർ പ്ലാനറ്റ്. ഇത്രയാണ് ഇതിനെ കുറിച്ച് പറയാനുള്ള. ഓർത്ത് നോക്കുമ്പം കാരണഭൂഷ്യൻ ഭൂമിയാണോ പൃഥ്വിയാണോ? എന്തോ ഭൂമിയാണോ പൃഥ്വിയാണോ? അതിനെന്തും പറയാം. അതിന്റെ പൃഥ്വി എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു ഡെഫിനേഷൻ പോലെ ഒരു പോലല്ലേ ഉള്ളൂ. പൃഥ്വി, ഭൂമി, ഭൂർലോകം എന്നാണ് അവിടെ പറയുന്നത്. ആരും പൃഥ്വിന്നും ഭൂമിന്നും ഒന്നും പറയത്തില്ല. ഭൂർലോകം എന്ന് മാത്രമേ പറയത്തുള്ളൂ. ഭൂലോകം എന്ന് പറഞ്ഞാലും മതി. ഭൂലോകം. മറ്റേത് ഭുവർലോകമാണ്. അത് രണ്ടും തെറ്റിപ്പോകരുത്. മറ്റേത് ഈ രാക്ഷസന്മാരും ഗോസ്റ്റും താമസിക്കുന്നത് ഭൂവർലോകത്തിലാണ്. നമ്മളെ പോലുള്ള രാക്ഷസന്മാർ താമസിക്കുന്നതാണ് ഭൂർലോകത്തിൽ. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് അതലം വിതലം. നമ്മൾ ഇവിടെയാണെന്നും ഈ ഡയഗ്രാമിൽ കാണിച്ചിട്ടുണ്ട്. വ്യക്തമാകാത്തതുകൊണ്ടാണ്, എന്റെ കണ്ണിന് അതിന് കാഴ്ചക്കുറവായതുകൊണ്ടാണ്. അപ്പൊ അവിടെ മിഡിൽ പ്ലാനറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അത്രേ ഉള്ളൂ. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഇന്നലെ പഠിച്ചത് മൊത്തം എന്തിനെ കുറിച്ചാണ്? ആത്മീയ ലോകത്തെ കുറിച്ചായിരുന്നു. ആ ആത്മീയ ലോകത്തിൽ എവിടെയാണ് എന്തൊക്കെയാണുള്ളത് എന്ന് നമ്മൾ ഇന്നലെ വിശദീകരിച്ചു. അതിൽ ആർക്കും ഡൗട്ട് ഇല്ലെന്ന് തോന്നുന്നു. ഹരികൃഷ്ണമാതാജി, ഈ 14 ലോകങ്ങളും 14 പ്ലാനറ്റ് ആണോ? 14 ഗ്രഹങ്ങള്. അപ്പൊ ഈ പാതാള ലോകത്തും ഈ ഭൂമിയെ പോലെ തന്നെ സൂര്യൻ അവിടെയും എത്തുന്നുണ്ടോ? അതിന്റെ അളവിൽ വ്യത്യാസമുണ്ട്. ശരി മാതാജി. പിന്നെ പണ്ട് പറയുള്ളൂ പാതാള ലോകത്ത് ഇരുട്ട, നാഗലോകത്ത് അളവിൽ വ്യത്യാസമുണ്ടെന്ന്. നമ്മുടെ ഇവിടെ പകുതി സമയമല്ലേ ഇരുട്ടുള്ളൂ. നമുക്കിവിടെ ഒരു ദിവസത്തിന്റെ ഡേ നോക്കുമ്പോഴേ പകുതി സമയം ഇരുട്ടും പകുതി സമയം എന്താണ് വെളിച്ചവുമാണ് നമുക്കുള്ളത്. അത് നമ്മുടെ ഗ്രഹം നമ്മുടെ ഇവിടെ ഈ ഭാഗത്ത് അങ്ങനെ. വേറെ ഒരു സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ അതിൽ നിന്നും വ്യത്യാസമാണ്. ഓരോ സ്ഥലം, ഓരോ ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡ് എന്നൊക്കെ പറയുന്നത് പോലെ ഓരോ സ്ഥലത്തിനനുസരിച്ച് സൂര്യന്റെ പ്രകാശത്തിലും കിട്ടുന്നതിലും വ്യത്യാസമുണ്ട്. പിന്നെ
അതുപോലെ നിങ്ങൾ മനസ്സിലാക്കിയോന്ന് എനിക്കറിയില്ല. എന്തൊക്കെയാണ് അന്തർദ്വീപ് എവിടെയാണെന്ന് മനസ്സിലാക്കി. അതുപോലെ ഫസ്റ്റ് ചതുർവ്യൂഹം എവിടെ വെച്ചാ ഉണ്ടായത്? ഏത് ഭാഗത്ത് വെച്ചാ ഫസ്റ്റ് ചതുർവ്യൂഹം ഉണ്ടാകുന്നത്? നിങ്ങൾ ആ താമര തൊട്ട് താഴെയല്ലേ മാതാജി? ഒരു അയോധ്യ ധാം കഴിഞ്ഞിട്ട് കൃഷ്ണ സംവിത്സിത്തി എന്നൊക്കെ പറഞ്ഞ് കിടക്കുന്നില്ലേ, അതിന്റെ താഴെയായിട്ട് ഒരു കറുപ്പ് കളർ നിങ്ങൾക്ക് കാണാൻ കഴിയും. അവിടെ ആ താമര ഇതളിന്റെ നടുക്കായിട്ട് താഴെ അറ്റം താമര ഇതളിന്റെ അവിടെ ആയിട്ട് ഒരു ചെറിയ കറുപ്പ് കളറുണ്ട്. ആ കാണുന്നതാണ് ഫസ്റ്റ് കൂട്രോപ്പിൾ എക്സ്പാൻഷൻ അല്ലെങ്കിൽ ഫസ്റ്റ് ചതുർവ്യൂഹം എന്ന് പറയുന്നത്. കണ്ടോ? ഇത് ഏകദേശം എവിടെയാ കാണിക്കുന്നത്? കർസർ വെച്ച് കാണിക്കുന്നത്. അപ്പൊ അവിടെയാണ് ഫസ്റ്റ്, അവിടെ വെച്ചാണ് ഭഗവാന്റെ ഈ ആദ്യമായിട്ട് ചതുർവ്യൂഹം ഉണ്ടാകുന്നത്. അപ്പൊ ആരാണിത്? ബലരാമൻ തന്നെയാണ് സംഘർഷണനാകുന്നത്. നോർദൻ സംഘർഷണം എന്ന് പറയുമ്പോൾ നിങ്ങൾ മറ്റാരെയും വിചാരിക്കേണ്ട, ബലരാമൻ തന്നെയാണ് സംഘർഷണം. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് പിന്നെ അവിടെ മനസ്സിലാക്കാത്ത പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത്, ഇതെല്ലാം വിഷ്ണു താഴെ വരുമ്പോഴേ ഈ പറഞ്ഞതെല്ലാം മാധുര്യധാമമാണെന്ന് ഓർത്തോണം. സ്പിരിച്വൽ വേൾഡിലെ മാധുര്യധാമമാണ് ഇവിടെ പറഞ്ഞതൊക്കെ. ഗോലോക വൃന്ദാവനവും ദ്വാരകാധാമവും അയോധ്യാധാമവും അത്രയും വന്നിട്ട് ഫസ്റ്റ് കൂട്രോപ്പിൾ എക്സ്പാൻഷൻ വന്നിട്ട് എന്ന് വെച്ചാൽ ചതുർവ്യൂഹം വന്നിട്ട് അവിടെ വെച്ച് മാധുര്യധാമം തീരുന്നു. അത് കഴിഞ്ഞിട്ട് വൈകുണ്ഠലോകങ്ങൾ എന്നാണ്. വൈകുണ്ഠലോകം അവിടെയാണ് ഇന്നലെ അത് മറ്റേ മാതാജി ചോദിച്ചത്, എന്തുകൊണ്ടാണ് ചുവപ്പ് കളറും നീല കളറും വന്നത് അങ്ങനെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ അവിടെ എല്ലാ ഏതെല്ലാം എക്സ്പാൻഷൻസ് ഏതെല്ലാമായിട്ട് ഭഗവാൻ എന്ന് വെച്ചാൽ ഭഗവാൻ പറയും വെള്ളപ്പാച്ചിൽ പോലെയാണ് ഭഗവാൻ അവതാരങ്ങൾ എടുക്കുന്നത് എന്ന് ഭാഗവതം പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ അതുപോലെ ആവശ്യമായി വരുന്നതിനനുസരിച്ച് ഭഗവാൻ അവതാരം എടുക്കുന്നു. അങ്ങനെയുള്ള ആ അവതാരം നീട്ടത്തിന്റെ നമ്മുടെ കുടുംബം എന്ന് പറയുന്ന പോലെ അവരുടെ വീടാണ് അവിടെ. അവരുടേതായ ഇരിപ്പിടങ്ങൾ, അത് അവരുടെ ഓരോ സ്ഥാനത്തും നമ്മുടെ ഈ ഭൗതിക ലോകത്തേക്കാൾ എത്ര മടങ്ങ് വലിപ്പമാണ് ഉള്ളതെന്ന് അറിയാമോ? അപ്പൊ അങ്ങനെ അവിടെ ഓരോന്നും കാണുന്നവിടെ പ്രത്യേകിച്ച് അവിടെ കാണിച്ചിട്ടുണ്ട്. നരസിംഹത്തെ പ്രത്യേകിച്ച് കാണിച്ചിട്ടുണ്ട്, കൂർമ്മത്തെ കാണിച്ചിട്ടുണ്ട്, അങ്ങനെ ഓരോന്നും പ്രത്യേകം കാണിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ ഞാനിപ്പോ 3 സ്ഥലം പറഞ്ഞു. എന്തൊക്കെയാണ്? തപോദകശായി വിഷ്ണുവും ക്ഷീരോദകശായി വിഷ്ണുവും അതുപോലെ ആരാണ്? കാരണോദകശായി വിഷ്ണു. അവരുടെ ആസ്ഥാനം എവിടെയാണ് അവർ കിടക്കുന്നതും കാണിച്ചു. പക്ഷേ ഇവർക്കെല്ലാം എന്തുണ്ട്? ആസ്ഥാനം എവിടെയുണ്ട്? ഈ വൈകുണ്ഠത്തിലുണ്ട് എന്നും പ്രത്യേകിച്ച് ഓർക്കണം. അതുകൊണ്ട് വൈകുണ്ഠത്തിൽ അവരില്ല എന്ന് കരുതരുത്. ഓൾ നാരായണ എക്സ്പാൻഷൻസും വൈകുണ്ഠത്തിലുണ്ട്. അവരുടെ എറ്റേണൽ ആയിട്ടുള്ള അസോസിയേറ്റ്സ്, നമ്മുടെ മഹാപ്രഭുവിന്റെ അസോസിയേറ്റ്സ് പോലെ എല്ലാ അസോസിയേറ്റ്സിനും അവിടെ സ്ഥാനമുണ്ട്. മഹാപ്രഭുവിന്റെ അസോസിയേറ്റ്സ് ഇവിടെ അല്ല, എവിടെയാണുള്ളത്? ഗോലോകത്തിലാണെന്ന് ഓർത്തോണം. ഇവിടെ നാരായണ എക്സ്പാൻഷൻസിന്റെ അസോസിയേറ്റ്സ് എല്ലാം ഈ വൈകുണ്ഠലോകത്തിലുണ്ട്. അതുപോലെ പുരുഷാവതാരങ്ങളുടെ 3ന്റെയും റെസിഡൻസും അവിടെ. അപ്പൊ എല്ലാം ഈ വൈകുണ്ഠത്തിലുണ്ട്. പിന്നെ വൈകുണ്ഠത്തിൽ ലക്ഷ്മിയും നാരായണനും ഇരിക്കുന്ന ആ സീറ്റ് കണ്ടല്ലോ, അതിന്റെ താഴെയായിട്ട് അതിന്റെ ആ ഭാഗത്ത് വരുമ്പോഴാണ് സെക്കൻഡ് ചതുർവ്യൂഹം ഉണ്ടാകുന്നത് എന്ന് ഓർക്കണം. സെക്കൻഡ് ചതുർവ്യൂഹം എന്ന് പറയുന്നത് അവിടെയാണ് ഉണ്ടാകുന്നത്. അപ്പൊ അവിടെ വെച്ച് മഹാസംഘർഷണൻ അവിടെ വെച്ചാണ് പിന്നെ എന്തുകൊണ്ട് വരുന്നത്? സൃഷ്ടിക്ക് വേണ്ടി. ഇത്രയാണ് ഇതിനെക്കുറിച്ച്. അത് ഐശ്വര്യധാമം, അവിടെ ഐശ്വര്യധാമമാണ്. ഐശ്വര്യധാമം കഴിഞ്ഞിട്ട് പിന്നെ സദാശിവനാണ് താഴെയുള്ളത്. സദാശിവനും ഉമയും അവിടെ കാണാൻ കഴിയും. അതോടുകൂടി നമ്മുടെ സ്പിരിച്വൽ പ്ലാനറ്റ് തീരുകയാണ്. ഇതിനകത്ത് ആർക്കും ഡൗട്ട് ഇല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ആർക്കെല്ലാം ഉണ്ടെങ്കിൽ ചോദിക്കാം, എനിക്ക് യാതൊരു പ്രശ്നവുമില്ല, ചോദിച്ചോളൂ. ആരും മാതാജി അങ്ങനെ വിചാരിക്കുമോ ഇങ്ങനെ വിചാരിക്കുമോ എന്നൊന്നും വിചാരിക്കണ്ട. അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ബ്രഹ്മജ്യോതി ഇതിന്റെ അതിർവരമ്പായിട്ട് നമ്മളെ നമ്മുടെ പാകിസ്ഥാനെയും ഇന്ത്യയും വേർതിരിക്കുന്നു എന്നൊക്കെ പറയുന്നത് പോലെ, അതുപോലെ അല്ല ഞാൻ പറയാണ്. അതിന്റെ ബൗണ്ടറി നമുക്ക് കാണാം. അവിടെ പ്രകാശമാനമായ സ്ഥലമാണ്. ഈ ഭഗവാന്റെ ഈ ഗോലോകത്തിൽ നിന്നുള്ള പ്രകാശമാണ് ഈ ബ്രഹ്മജ്യോതിസ് എന്ന് പറയുന്നത്. അതിവിടെ എല്ലാം വ്യാപിച്ച്. അതുകൊണ്ടാണ് പറയുന്നത്, എന്റെ ലോകത്തിൽ വൈദ്യുതി വേണ്ട, എന്റെ ലോകത്തിൽ സൂര്യചന്ദ്രന്മാരെ ആവശ്യമില്ല എന്ന് ഭഗവാൻ വ്യക്തമായി ഭഗവത്ഗീതയിൽ പറഞ്ഞു തരുന്നത്. കൃഷ്ണാസ് എഫൾജൻസ് ഈസ് ദയർ, അതാണ് അവിടെ എന്ന് പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ ഇവിടെ കൃഷ്ണന്റെ പ്രകാശം ഇവിടം കൊണ്ട് തോരണീമ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അപ്പം പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടത്, ജ്ഞാനം മാത്രം മതി എന്നും പറഞ്ഞ് പഠിച്ചു പോകുന്നവർ ഒരുപാട് പഠിക്കും, ഒരുപാട് കാര്യങ്ങൾ അവർക്കറിയാം, എല്ലാം അറിയാം. പക്ഷേ അവരിൽ ഭക്തി വരാതെ വരുമ്പോൾ, ഭക്തി വരുന്നില്ല,
അവർക്ക് എന്തോ ഉള്ളൂ, എനിക്കെല്ലാം അറിയാം, ഭഗവാനെ കുറിച്ച് സർവ്വതും അറിയാം, ഭഗവാനാണ് എല്ലാം എന്നറിയാം, ഭഗവാനെ കുറിച്ച് എല്ലാം അറിയാം. പക്ഷേ അവർക്ക് എത്തിപ്പെടാൻ ഇവിടെ വരെ കഴിയുള്ളൂ, ഇതിനപ്പുറത്തേക്ക് പോകാൻ അവർക്ക് കഴിയില്ല. അവർ ഈ ബ്രഹ്മജ്യോതിസിൽ എത്തുമ്പോൾ അവരെല്ലാം അറിഞ്ഞു, ആ പ്രകാശം കണ്ടിട്ട് അത് ഭഗവാനാണെന്നങ്ങ് ധരിക്കുകയാണ് ചെയ്യുന്നത്, ആ പ്രകാശത്തെ. അപ്പൊ ഈ ബ്രഹ്മജ്യോതിസ് വരെ, അപ്പൊ ലോകത്തിലുള്ള ജ്ഞാനികളുടെ എല്ലാ സ്ഥലമാണ് ഏത്, ഈ ബ്രഹ്മജ്യോതി എന്ന് പറയുന്നത്. അപ്പൊ അവര് വിചാരിക്കുന്നില്ല അതിനപ്പുറത്ത് വേറെ ഒന്നുണ്ടെന്ന്. ഇപ്പൊ ഓരോരുത്തടത്തും എത്തുന്നവരും വിചാരിക്കുന്നില്ല അതിനപ്പുറത്ത് വേറെ ഉണ്ടെന്ന്. എല്ലാവരും വിചാരിക്കുന്നത് എന്താണ്, ഞാൻ ദ ലാസ്റ്റ് വൺ അറ്റൈൻ ചെയ്തു എന്നുള്ളതാണ് വിചാരിക്കുന്നത്. അപ്പൊ ജ്ഞാനയോഗീസിനെ എത്തുന്ന സ്ഥലമാണ് ബ്രഹ്മജ്യോതിസ്, അത് ബൗണ്ടറിയാണ്. പിന്നെ കാരണഭൂഷനാണ് അത് വരുന്നത് എവിടെ വരും, നമ്മുടെ ഭൗതിക ലോകത്തിന്റെ തുടക്കത്തിലേക്ക് വരുന്നു കാരണഭൂഷൻ എന്നുള്ളത്. ഹരേ കൃഷ്ണ മാതാജി. മാതാജി അപ്പൊ മാതാജി ഇതൊന്നും പഠിച്ചില്ലേലും ഭക്തി മാത്രം ഉണ്ടെങ്കിലും ഭഗവാന്റെ അടുത്ത് ചെല്ലും മാതാജി. ഹരേ കൃഷ്ണ. ഭക്തി ശരിക്കുള്ള ഭക്തി വരണമെങ്കിൽ ജ്ഞാനം വേണം മാതാജി. ജ്ഞാനവും വേണം ഭക്തിയും വേണം മാതാജി, രണ്ടും ജ്ഞാനം വേണം, ഭക്തി വേണം. ജ്ഞാനമില്ലാതെ ശരിക്കുള്ള ഭക്തി വരില്ല, അതൊരു കപട ഭക്തിയായി, വെറും ഭക്തി. ഹരേ കൃഷ്ണ മാതാജി, ഈ ജ്ഞാനികളെല്ലാം പറയുന്നത് ബ്രഹ്മലോകമാണ്, അല്ല ഈ ബ്രഹ്മജ്യോതിസാണ് അൾട്ടിമേറ്റ് എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അവർക്കത് ബ്രഹ്മജ്യോതിസ് ആണെന്നൊന്നും അറിഞ്ഞുകൂടാ, അതാണ് അൾട്ടിമേറ്റ് എന്നേ അറിയത്തുള്ളൂ. അവര് വിചാരിക്കുന്നില്ല ഇത് ബ്രഹ്മജ്യോതിസ്, ബ്രഹ്മത്തിൽ ലയിക്കുന്നു, അതോടെ എല്ലാം തീർന്നു എന്നാണ്. പക്ഷേ ബ്രഹ്മത്തിൽ ലയിച്ചുള്ള കുഴപ്പം എന്തുവാ, അടുത്ത സൃഷ്ടി തുടങ്ങുമ്പോ ബ്രഹ്മാവ് ഇങ്ങോട്ട് പോരുമ്പോ നമുക്ക് ഇനി പോരാ, അത്രേ ഉള്ളൂ. നമുക്ക് വീണ്ടും വന്നിട്ട് 1, 2 എന്ന് എണ്ണാം. നമ്മുടെ കർമ്മങ്ങൾ ഇങ്ങനെ എണ്ണിക്കൊണ്ട് വീണ്ടും കൂട്ടി കൂട്ടി നമുക്ക് തിരിച്ചു പോകേണ്ടി വരും, അത്രേ ഉള്ളൂ. മാതാജി, ജ്ഞാനികൾക്ക് എല്ലാം അറിയാമെന്ന് പറയുന്നു, പക്ഷെ പിന്നെ എങ്ങനെ അൾട്ടിമേറ്റം ബ്രഹ്മജ്യോതിയാണെന്ന് അവർ കരുതുന്നത്? അത്ര ജ്ഞാനമേ അതിൽ കൊടുക്കുന്നുള്ളൂ പ്രഭു, അത്രയും ജ്ഞാനമേ കൊടുക്കുന്നുള്ളൂ. അതിനപ്പുറത്തേക്കുള്ള ജ്ഞാനം അവർക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് ഇപ്പൊ മെഡിറ്റേഷൻ ഇരിക്കുന്നവരെ, മെഡിറ്റേഷനിൽ ഇരുന്നിട്ട് യമനിയമങ്ങളെല്ലാം പാലിച്ച് വരുമ്പോ ആ 8 അംഗങ്ങളും പാലിച്ചിട്ട് ഭഗവാനെ ഒരു 1, 2, 3 ജന്മം കൊണ്ടായിരിക്കും, ഒരുപാട് ജന്മം കൊണ്ടായിരിക്കും, പക്ഷെ അതെല്ലാം നേടിയെടുത്ത് കഴിഞ്ഞിട്ട് സമാധി അവസ്ഥയിൽ ഇരുന്നു കൊണ്ട് ഭഗവാനെ അവർ മനസ്സുകൊണ്ട് ദർശിക്കുകയാണ്, അവർ കാണുകയാണ് ഭഗവാനെ. ശംഖചക്ര ഗദാപത്മധാരിയായി നിൽക്കുന്ന ഭഗവാനെ അവർ കാണുന്നു. ആ കണ്ടു കഴിയുമ്പോൾ അവരെന്ത് ചെയ്യുന്നു, അത് കണ്ടു എന്നുള്ള ഭാവം അവരിൽ ഉണ്ടാവുകയും അവർ വേഗം സമാധിയിൽ നിന്ന് ഉണരുകയും ചെയ്യും. അത് ജ്ഞാനികളുടെ കാര്യമല്ല പറയുന്ന, യോഗികളുടെ കാര്യമാണ് പറയുന്നത്. അപ്പൊ യോഗികളും എന്ത് ചെയ്യുന്നു, അവരും ഭഗവാനെ കണ്ടു എന്നുള്ള ഭാവത്തിൽ അവരും അങ്ങോട്ടുന്നു. അപ്പൊ അവർക്ക് എന്ത് കിട്ടുന്നില്ല, ഭഗവത് ലോകത്തിലേക്ക് കടക്കാൻ പറ്റുന്നില്ല. ഇതിന് ഒരുപാട് ഡെഫിനിഷൻസ് ഉണ്ട് നമ്മൾ കേട്ട് കഴിഞ്ഞാൽ. അപ്പൊ അവർക്കും പോകാൻ പറ്റത്തില്ല, അവർക്കും അവിടെ ചെല്ലണം. പിന്നെ അവരെന്ത് ചെയ്യണം, അവർ വീണ്ടും മുന്നോട്ട് പോകണം. ഏതെങ്കിലും നമ്മുടെ മഹാരാജന്മാരെ പോലെ, പ്രഭുപാദരെ പോലെയുള്ള എല്ലാ ഭക്തന്മാര് വന്നിട്ട് അവരെ മനസ്സിലാക്കി കൊടുത്താൽ മാത്രമേ അവർക്ക് വീണ്ടും എവിടേക്ക് എത്താൻ പറ്റുള്ളൂ, ഭക്തിയിലേക്ക് കടന്ന് ഭക്തി മാർഗത്തിൽ കൂടി. അവർക്ക് ഭക്തി ഇല്ലെന്നല്ല, ഉണ്ട്, ഭഗവാനെ അറിയുന്നുണ്ട്. അപ്പൊ നമ്മള് ശാന്തരസത്തെ കുറിച്ച് പറയുമ്പോൾ, ശാന്തരസത്തിൽ ഭഗവാൻ ഉണ്ടെന്ന് അവർക്കറിയാം, ഭഗവാനാണ് എല്ലാം എന്നറിയാം. ഭഗവാനെ ഈ സർവ്വപ്രപഞ്ചത്തിന്റെയും ആളായിട്ട് ഭഗവാൻ നിൽക്കുന്നു എന്നുള്ളതൊക്കെ അവർക്കറിയാം. പക്ഷെ അവർക്കൊരു ഭാവം ഉണ്ടാകുന്നില്ല ഭഗവാനെ സേവ ചെയ്യാനായിട്ട്. ആ ഭാവം കൂടി നമുക്ക് കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് ഭക്തി ഉറയ്ക്കത്തുള്ളൂ. ഭക്തി ഉറയ്ക്കുക എന്നുള്ളതാണ് ഏറ്റവും ഭാവം. അപ്പൊ ഭക്തി ഉറച്ചവർക്ക് എന്താണ്, നമ്മൾ പറയത്തില്ലേ, ആ ഭഗവാനെ എങ്ങനെ കാണാൻ കഴിയും, ആ ഒരു ഭഗവാൻ എന്താണ്, ബർഹാവീടം നടവരവു കർണയോ കർണികർ, നല്ല എന്താണ് മയിൽപ്പീലിയൊക്കെ ധരിച്ച് നിൽക്കുന്ന ഭഗവാനെ എന്താണ് ശരിക്കും അവർക്ക് കാണാൻ കഴിയും. ആ ഭക്തിയിൽ എത്തിക്കഴിയുമ്പോൾ അതാണ് ഭഗവാൻ എന്ന് മനസ്സിലാക്കുക. മറ്റവർക്ക് എന്താണ്, ഭഗവാൻ ഉണ്ടെന്നേ അറിയുന്നത്. അതാണ് രണ്ടും തമ്മിൽ, ശാന്തരസവും ബാക്കിരസവും തമ്മിലുള്ള വ്യത്യാസം. ഹരേ കൃഷ്ണ. ഇനി എന്തെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. നമുക്ക് ഗർഭോദകശായ വിഷ്ണുവിന്റെ സ്ഥാനം ഒന്നും കൂടി പറയോ? എല്ലാ ലോകങ്ങൾക്കും അടിയിലാണോ? പാതാളത്തിന്റെ അടുത്തായിട്ട്, പാതാളത്തിന്റെ രസാതലം, പാതാളം കിടപ്പുണ്ട്. ആ പാതാളത്തിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ആരെ ഉള്ളത്, ഗർഭോദകശായ. ക്ഷീരോദകശായ വിഷ്ണു നേരത്തെ പറഞ്ഞല്ലോ മാതാജി, എവിടെയാണ്? ക്ഷീരോദകശായ വിഷ്ണു ദുർഗാദേവിയെ ഒക്കെ കഴിഞ്ഞിട്ട് അതിന്റെ ഇടയിലല്ലേ? അതിന് താഴെ പോകണം. മനുഷ്യലോകവും കഴിഞ്ഞിട്ട് അതലം, വിതലം, സുതലം, തലാതലം, മഹാതലം, രസാതലം കഴിഞ്ഞ് പാതാളം വരും.
അതിനടുത്തായിട്ട് പാതാളത്തിന് അല്പം മുമ്പിലായിട്ടാണെന്നാണ് പറയുന്നത്. കണ്ടോ അവിടെ മാതാജി കിടപ്പുണ്ട്. ഒരു കാര്യം കാണിച്ചു. കൂടെ ചോദിക്കട്ടെ. അതായത് ചോദിച്ചു. മാതാജി ഭഗവാനാണെങ്കിൽ ഈ പറയുന്ന പാതാളത്തിൽ കൂടെ ഭഗവാൻ ഉണ്ട്. അപ്പൊ അവിടെ ഇരുട്ട് വരുന്നില്ല, വെളിച്ചം കുറയുന്നു മാത്രമേ. പക്ഷേ ഇരുട്ടായിട്ട് ഫുള്ളായിട്ട് വരുന്ന 12 വേറെ നരകലോകത്തിലല്ലേ ഇരുട്ടായിട്ടുണ്ട്? അവിടെ സൂര്യൻ നരകലോകങ്ങൾ പൂർണ്ണമായി ഇരുട്ടുള്ള നരകലോകങ്ങളും ഉണ്ട്. 26-ൽ 12 ഇരുട്ടാണെന്നാണ് പറയുന്നത്. അത് വായിക്കുമ്പോ തന്നെ നമ്മൾ വല്ലാതെ ആയിപ്പോകും. നമ്മൾ പിന്നെ ഒരു തെറ്റും ചെയ്യത്തില്ല അതൊക്കെ വായിച്ചെടുക്കും. പക്ഷെ പിന്നെയും നമ്മളെ കൊണ്ട് മായ എന്ത് ചെയ്യും? നമ്മളെ കൊണ്ട് തെറ്റ് ചെയ്യിപ്പിക്കും. നമ്മൾ വിചാരിക്കുകയോ അത് വായിക്കുമ്പോ വേണ്ട ഇനി ഒരു തെറ്റും ചെയ്യണ്ട, എങ്ങനെയും ഒന്ന് ജീവിച്ചു വരും. പക്ഷെ എന്ത് ചെയ്യും? പിറ്റേ ദിവസം നമ്മളെ കൊണ്ട് മായാദേവി തെറ്റുകളിലേക്ക് കൊണ്ട് ചാടിപ്പിക്കും. അങ്ങനെയാണ് മായാദേവി കറക്കുന്നത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മാതാജി, ഇതിനകത്ത് നീല, ചുവപ്പ്, പച്ച, വെള്ള, കറുപ്പ്, ഇത് മൊത്തത്തിൽ 7 ലെയർ വിജ്യോർ കളർ എന്ന് പറയുന്നു. പക്ഷെ അതൊന്നും ഇവിടെ അതൊന്നും ഓർക്കുകയേ വേണ്ട. അങ്ങനെയുള്ള ശാസ്ത്രീയമായിട്ടുള്ള ഒന്നിലേക്കും പോകരുത്. അതല്ല, ആ കിടക്കുന്നതൊക്കെ അനേക ബ്രഹ്മാണ്ടങ്ങളാണ്. ഭഗവാനിൽ നിന്ന് വരുന്ന അനേക ബ്രഹ്മാണ്ടങ്ങളാണ്. ആ കാരണോദകശാരി വിഷ്ണുവിൽ നിന്ന് വരുന്ന ഒരുപാട് ബ്രഹ്മാണ്ടങ്ങളാണ് കാണിച്ചിരിക്കുന്നത്. അവിടെ നമ്മൾ നീലയും കളറും ഒന്നും എടുക്കണ്ടായി, വെറുതെ നമുക്ക് മനസ്സിലാക്കാൻ കളർ കാണിച്ചിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്നുവെച്ചാൽ വൈറ്റിൽ നിന്ന് വേർതിരിക്കാൻ നീല കൊണ്ട് കാണിച്ചിരിക്കുന്നു. നീലയല്ലേ വാട്ടർ എന്ന് പറയുന്നത്? വാട്ടർ എന്ന് പറയുന്നത് നീലയല്ലേ? അതുകൊണ്ടാണ് കാരണോഷിനെ നീല കൊണ്ട് കാണിച്ചിരിക്കുന്നത്. പിന്നെ വരുമ്പം ബ്രഹ്മാണ്ടമായതുകൊണ്ട് അതിനെ വേർതിരിച്ച് കാണിച്ചിരിക്കുന്നു. ഉമാദേവി അവിടെ ഇരിക്കുന്നു. ശിവനോട് പറയും ഭരിച്ചോളാൻ. ഓക്കെ, നമുക്ക് പോകാം. എല്ലാവർക്കും ഒരുവിധം എന്തൊക്കെയോ കിട്ടിയോ? എത്ര പേർക്ക് ഇത് അല്പമെങ്കിലും മനസ്സിലായി? കൃഷ്ണ മാതാജി, ഭഗവാൻ പരമദിവ്യോത്തമ പുരുഷനാണെന്ന് മനസ്സിലായി. ഇതിന്റെ എല്ലാം കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളും ഭഗവാനും ഒന്നല്ല, അത്രയെങ്കിലും ഒന്ന് മനസ്സിലാക്കാനാണ് ഇത് കാണിച്ചു തന്നത്. അതുകൊണ്ടാണ് ഭഗവത്ഗീത നമുക്ക് ആത്മോപദേശത്തിൽ തുടങ്ങിയിട്ട് ശരണാഗതിയിലാണ് അവസാനിക്കുന്നത്. നമുക്ക് ഭഗവാൻ പറഞ്ഞു തന്നിരിക്കുന്നത് നോക്കൂ. ആദ്യം എന്ത് ചെയ്യാണ്? ആത്മോപദേശം. നീ അതാണ്, നീ ഇതാണ്, നീ അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുതെന്നൊക്കെ പറഞ്ഞു തന്നതിന് ശേഷം ആത്മാവിന്റെ പ്രത്യേകതയെ കുറിച്ച് 2nd ചാപ്റ്ററിലെ നന്നായിട്ട് പറഞ്ഞു തന്നു അല്ലെ? ആത്മോപദേശത്തെ കുറിച്ച് ശരിക്കും പറഞ്ഞു തന്നതിന് ശേഷം അതിനെ കൊണ്ട് സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ എന്ന് പറഞ്ഞു. എന്താണ് ശരണാഗതി? നിനക്ക് എങ്ങനെ നേടാം എന്ന് അവിടെ തന്നെ അത് ശരിക്കും മനസ്സിലാക്കുന്ന ഒരു വ്യക്തിക്ക് പിന്നെ ഒന്നും അറിയണ്ട. പക്ഷേ അത് മനസ്സിലാക്കാൻ നമുക്ക് കഴിവില്ല. അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഭാഗവതം പഠിക്കണം. ഭാഗവതം വേണ്ട രീതിയിൽ പഠിക്കണം. എന്നാൽ ഒരു മൃഗാരിയുടെ കഥയൊക്കെ അതൊക്കെ നമുക്ക് മനസ്സിലാക്കുമ്പോൾ നമുക്ക് അറിയാൻ കഴിയും നമ്മുടെ മനസ്സിന്റെ ഭാവം എന്താണെന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് നമ്മളെ ആത്മോപദേശത്തിൽ തുടങ്ങി ശരണാഗതിയിൽ ഭഗവത്ഗീത അവസാനിപ്പിച്ചു തന്നു. ആത്മോപദേശത്തിൽ തുടങ്ങി ശരണാഗതിയിൽ ഭഗവത്ഗീത നമ്മളെ അവസാനിപ്പിച്ചു തന്നു. തെറ്റിപ്പോയോ? ഞാൻ ഭാഗവതം എന്നാണോ പറഞ്ഞത്? ആത്മോപദേശത്തിൽ തുടങ്ങി ശരണാഗതിയിൽ ഭഗവത്ഗീതയാണ് നമുക്ക് തന്നത്. അത് കഴിഞ്ഞിട്ട് ശരണാഗതിയിൽ തുടങ്ങി നാമസങ്കീർത്തനത്തിൽ കൊണ്ട് അവസാനിപ്പിച്ചു തന്നു. എന്തേ? ശ്രീമദ് ഭാഗവതം. ഹരേർനാമ ഹരേ, അതാണ് നാമസങ്കീർത്തനം യസ്യ സർവഭാവ പ്രണാശനം എന്നുള്ള ആ ഒരു അർത്ഥത്തിൽ കൊണ്ട് എന്ത് വന്നു? നാമസങ്കീർത്തനത്തിൽ കൊണ്ട് സർവഭാവ പ്രണാശനം എങ്ങനെ നേടാം എന്ന് കാണിച്ചു തന്നു ശ്രീമദ് ഭാഗവതം. അത് കഴിഞ്ഞ് നാമസങ്കീർത്തനത്തിൽ അങ്ങ് തുടങ്ങിക്കൂ, പ്രേമത്തിൽ കൊണ്ട് അവസാനിപ്പിച്ചു തന്നു. ഭഗവാനെ പ്രേമിക്കൂ എന്നുള്ള ആ ഒരു ഇതിൽ കൊണ്ടിട്ട് തന്നു. എന്ത്? നമ്മുടെ ചൈതന്യം. അപ്പൊ ഈ 3 കാര്യങ്ങൾ നമുക്ക് ശരിക്കറിയാമെങ്കിൽ നമ്മൾ പഠിച്ചെടുക്കാൻ നമ്മുടെ ഒരു ജന്മം കൊണ്ട് സാധിച്ചാൽ അത് നമുക്ക് നേടാവുന്ന നേട്ടത്തിൽ ഏറ്റവും വലുതാണ്. നിങ്ങളൊക്കെ ചെറുപ്പക്കാരാണ്, നിങ്ങൾക്കൊക്കെ ചിലപ്പോൾ സാധിച്ചെന്നിരിക്കും. ഞാനൊക്കെ പ്രായം പോകാറായി. അപ്പൊ എനിക്കൊന്നും ഇനി അതിനുള്ള അവസരമൊന്നും ഇല്ല, കാലങ്ങളില്ല. പക്ഷെ നിങ്ങൾക്ക് അതിനൊക്കെ കാലമുണ്ട്. നിങ്ങളെല്ലാം പഠിച്ച്, എൻ്റെ കുട്ടികളൊക്കെ നല്ല മിടുക്കരായി ഇതൊക്കെ പഠിച്ചെടുത്ത് നല്ല രീതിയിൽ കുടുംബവും നോക്കണം, അതോടൊപ്പം ഇതും നോക്കണം. രണ്ടും കൂടി നിങ്ങളെ ഭഗവാൻ സഹായിക്കട്ടെ. ഭഗവാന്റെ നിർദ്ദേശമനുസരിച്ച് പ്രകൃതി ചരാചരങ്ങളെ സൃഷ്ടിക്കുന്നു, അത് മനസ്സിലാക്കണം.
അത് സംഭരിക്കേണ്ട സമയത്ത് ഭഗവാന്റെ നിർദ്ദേശം അനുസരിച്ച് സംഭരിക്കപ്പെടുന്നു. അത് നടന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നതെന്നും കാലം ഭൗതിക പ്രകൃതിയുടെ പ്രകടനമായ ഭൗതിക പ്രകൃതിയിൽ പ്രകടമാകുന്നത് തന്നെയാണ്. അത് ഭഗവാൻ തന്നെ പറയുന്നു, ഞാൻ കാലമാണെന്ന് പറയുന്നു. അപ്പം നമ്മളിൽ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്കുണ്ടാകും. നമ്മൾ വിചാരിക്കുന്നില്ല, നമ്മൾ ആരും തന്നെ പ്രശ്നമില്ലാത്തവരല്ല. പ്രശ്നങ്ങളുണ്ട്, നമുക്ക് ജോലിയുണ്ട്, നമുക്ക് ടൈമില്ല, ഒരുപാട് പ്രശ്നങ്ങൾ നമ്മളിലുണ്ട്. ഈ പ്രശ്നത്തെ എല്ലാം അവഗണിച്ചുകൊണ്ട് അതെല്ലാം അവിടെ നിന്നോട്ട് അതിനോടൊപ്പം തന്നെ ഇതും കൂടി നിങ്ങൾക്ക് കൊണ്ടുപോകാൻ കഴിയണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ ഒരു ഉത്തമ ഭക്തി നമ്മളിൽ എത്തിക്കണം. എങ്ങനെയുള്ള ഉത്തമ ഭക്തി ആയിരിക്കണം? അന്യാഭിലാഷിതാശൂന്യം ജ്ഞാനകർമാദി അനാവൃതം ആനുകൂല്യേന കൃഷ്ണാരിശീലനം ഭക്തിരുത്തമ എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മൂലസ്വരൂപം നമ്മൾ ദാസാനുദാസനാണ് എന്നുള്ളത് നമുക്ക് പണം കൂട്ടി വെക്കുകയല്ല നമുക്ക് വേണ്ട. ആവശ്യത്തിന് പണം എല്ലാവർക്കും വേണം. അതിനനുസരിച്ച് പക്ഷേ മൂലസ്വരൂപം ദാസാനുദാസനാണെന്ന് നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ്. അപ്പം അന്യാഭിലാഷിത അതെപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകണം. അന്യാഭിലാഷിതാശൂന്യം ജ്ഞാനകർമാദി അനാവൃതം ആനുകൂല്യേന കൃഷ്ണാനുശീലനം ഭക്തിരുത്തമ. ആ ഒരു ശ്ലോകം നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയട്ടെ. നമ്മൾ ഇന്നലെയും ശ്ലോകങ്ങൾ ആ ശ്ലോകത്തെ കിടക്കുന്നേ ഉള്ളൂ. ഹരേ കൃഷ്ണ, നമുക്ക് പോകാം. ഇനിയും ഇതിനകത്ത് ഒരു ഡൗട്ടും നിങ്ങൾക്ക് മനസ്സിൽ വരാതിരിക്കട്ടെ. ഭഗവാൻ എന്നെ സഹായിക്കട്ടെ. ഹരേ കൃഷ്ണ. ഓക്കെ, ശ്ലോകം നമുക്ക് 37 പോകാം. ഹരേ കൃഷ്ണ. അപ്പം നമ്മള് കാരണസാഗരത്തിൽ സമസ്ത പ്രപഞ്ചങ്ങളും കൽപ്പന്തിനെ പോലെ പൊങ്ങിക്കിടക്കുന്നു എന്ന് പഠിച്ചതിന്റെ ഒരു ഇത്രയും പറയേണ്ടി വന്നു, അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഹരേ കൃഷ്ണ. ശ്ലോകം 37 എടുത്തോളൂ. കാരണം കഴിഞ്ഞ ദിവസമേ ഇട്ടിരിക്കുകയാണ് പ്രഭുവിനെ കൊണ്ട് ഞാൻ ഇത് എടുക്കാൻ കഴിഞ്ഞില്ല. കാരണം ഞാൻ നോക്കിയപ്പോ ഇത് മനസ്സിലാക്കാതെ നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോയിട്ട് ഭാഗവതം ക്ലാസ് മുന്നോട്ട് പോയിട്ട് കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ചാണ് ഇത് എടുത്തത്. ഇത് എടുത്തതിൽ എല്ലാവർക്കും സന്തോഷമുണ്ടോ? എല്ലാവർക്കും മനസ്സിലായോ? ഹരേ കൃഷ്ണ. നിങ്ങളുടെ അഭിപ്രായം കൂടി എനിക്ക് കേൾക്കണം. ഉണ്ട് മാതാജി. മാതാജി ഒരുപാട് സന്തോഷമായി. ഇതൊന്നും കൂടെ കിട്ടിയെങ്കിൽ കൊള്ളായിരുന്നു റെക്കോർഡഡ്. ഉണ്ട് മാതാജി, പക്ഷേ ഒരു അറ്റം പോലും മാതാജി ഒത്തിരി പഠിക്കാൻ പോകുമ്പോ തല കറങ്ങുന്ന പോലെ തോന്നുന്നു മാതാജി. അതുകൊണ്ട് ഒന്നുകൂടെ കേട്ടിട്ട് പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇനി ചോദിക്കാം മാതാജി. പല പ്രാവശ്യം കേട്ടിട്ട് കേട്ടതാ, പക്ഷെ ഒന്നും ഇത് ക്ലിയർ ആയിട്ടില്ല. ഇതിന്റെ റെക്കോർഡഡ് ഇട്ട് തരണം പ്രഭു. സമയം കിട്ടുമ്പോഴേ സ്വസ്ഥമായിട്ടുള്ള കേൾക്കണം പ്രഭു. ഇങ്ങനെ കേട്ടാ ഒന്നും ഇതാവില്ല. ഒന്നും കൂടെ കേൾക്കാൻ വേണ്ടി ഒന്ന് റെക്കോർഡഡ് ഇത് ഇട്ട് തരണം പ്രഭു. യൂട്യൂബിൽ ഇന്ന് തന്നെ സംപ്രേഷണം ചെയ്യും, ഇടുന്നുണ്ട്. ഇട്ടിട്ടുണ്ടല്ലോ. അപ്പൊ നമുക്ക് 37 ശ്ലോകത്തിലേക്ക് പോകാം. ഹരേ കൃഷ്ണ ഭഗവാനെ. ശ്ലോകം 37. യത്പാദശുശ്രൂഷണ മുഖ്യകർമ്മണ സത്യാദയോ വയഷ്ടസഹസ്രയോഷിതഃ നിർജ്യത്യ സംഖ്യേ ത്രിദശാംസ്തദാശിഷോ ഹമന്തി വജ്രായുധവല്ലഭോജിതാഃ. യത്പാദശുശ്രൂഷണ മുഖ്യകർമ്മണ സത്യാദയോ ദ്വയഷ്ട സഹസ്രയോഷിതഃ നിർജ്യത്യ സംഖ്യേ ത്രിദശാംസ്തദാശിഷോ ഹരന്തി വജ്രായുധവല്ലഭോജിതാ. യത് പാദ ശുശ്രൂഷണ മുഖ്യ കർമ്മണാഃ സത്യ ആദയാഃ ദ്വയഷ്ട എന്ന് പറയുന്ന ദ്വിഅഷ്ട സഹസ്ര യോഷിതഃ നിർജ്ജിത്യ സംഖ്യേ ത്രിദശൻ തത് ആശിഷ ഹരന്തി വജ്ര ആയുധ വല്ലഭ. അത്രയേ ഉള്ളൂ. അപ്പം യത്പാദ ശുശ്രൂഷണ മുഖ്യകർമ്മണ സത്യാദയോ ദ്വയഷ്ട സഹസ്രയോഷിതഃ നിർജ്ജിത്യ സംഖ്യേ ത്രിദശാംസ്തദാശിഷോ ഹരന്തി വജ്രായുധ വല്ലഭോചിതാഃ. അപ്പം അവിടെ യത്നച്ച ആരുടെ പാദം നമുക്കറിയാം. ശുശ്രൂഷണം സുഖദായങ്ങളുടെ ശുശ്രൂഷിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ സുഖങ്ങൾ കൊടുത്ത് പരിപാലിക്കുക എന്നുള്ളത്. മുഖ്യം എന്ന് വെച്ചാൽ അതീവ ശ്രേഷ്ഠമായ കർമ്മണ നമ്മുടെ പ്രവർത്തനങ്ങളെ. സത്യാദയ എന്ന് പറഞ്ഞാൽ സത്യഭാമയുടെ നേതൃത്വത്തിലുള്ള രാജ്ഞിമാര്. ദ്വിഅഷ്ട എന്ന് വെച്ചാൽ 16, 8 × 8 = 16. അഷ്ട പ്ലസ് അഷ്ട ദ്വിഅഷ്ട.
പിന്നെ അടുത്തത് സഹസ്രം 1000. യോഷിത. യോഷിത എന്ന് പറഞ്ഞാൽ നമ്മളെ സ്ത്രീവർഗത്തെയാണ് യോഷിത എന്ന് പറയും. നിർജിത്യ. നിർജിത്യ എന്ന് പറഞ്ഞാൽ കീഴ്പ്പെടുത്തുകയാൽ. സംഖ്യേ യുദ്ധത്തിൽ. ത്രിദശൻ സ്വർഗലോകവാസികളുടെ. ത്രിദശൻ സ്വർഗലോക. തത് ആശിഷഃ ദേവന്മാരാൽ ആസ്വദിക്കപ്പെടുന്നത് എന്തോ അതാണ്. പിന്നെ ഹരന്തി എന്ന് വെച്ചാൽ കൈക്കലാക്കുക. വജ്ര ആയുധ വല്ലഭ അശനിപാദത്തെ നിയന്ത്രിക്കുന്ന വെച്ചാൽ വജ്ര ആയുധ വല്ലഭ. വല്ലഭ ഉചിത. ഉചിത എന്ന് വെച്ചാൽ അതിനനുയോജ്യമായത് എന്നുള്ള അർത്ഥം. അപ്പം യത്മാദ ശുശ്രൂഷണ മുഖ്യകർമ്മണ സത്യാദയോ ദ്വയഷ്ട സഹസ്രയോഷിത നിർജിത്യ സംഖ്യേ ത്രിദശാംസ്തദാശിഷു ഹരന്തി വജ്രായുധ വല്ലഭ. ദേഹം ശ്രീഗുരോ ശ്രീയുതപദ്മകമലം ശ്രീഗുരുവൻ വൈഷ്ണവംശ്ച ശ്രീരൂപം സാക്ഷാദം സഹഗണ രഘുനാഥന്യതം തം സജീവം സദ്വേദം സാവധൂതം പരിജനസഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാകൃഷ്ണ പാദാൻ സഹഗണ ലളിതാ ശ്രീവിശാഖന്യതം. ഹേ കൃഷ്ണ കരുണാസിന്ധോ ദീനബന്ധോ ജഗൽപതി ഗോപേശ ഗോപികാ കാന്ത രാധാകാന്ത നമസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനീശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി. വഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമഃ. ഗുരുദേവ് കി ജയ്. പ്രഭുപാദ് കി ജയ്. മഹാപ്രഭു കി ജയ്. അപ്പൊ ഇതിലെ വിവർത്തനം നോക്കാം. ട്രാൻസ്ലേഷൻ ആൻഡ് പർപ്പസ്. ദേശി ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. സേവനങ്ങളിൽ വെച്ച് ഏറ്റവും പരമവും പ്രധാനവും ശ്രേഷ്ഠവുമായ ഭഗവത് പാദാംബുജ ശുശ്രൂഷ എന്ന സേവനത്തിൽ ഏർപ്പെടുക വഴി സത്യഭാമയുടെ നേതൃത്വത്തിലുള്ള ദ്വാരകയിലെ രാജ്ഞിമാർ ദേവന്മാരെ പരാജയപ്പെടുത്തുന്നതിന് ഭഗവാനെ പ്രേരിപ്പിച്ചു. അപ്രകാരം അശനിപാതങ്ങളെ നിയന്ത്രിക്കുന്ന ഇന്ദ്രപത്നിമാരുടെ വിശേഷാധികാരത്തെ അധീനതയിൽ വെച്ച് അനുഭവിക്കാൻ ദ്വാരകയിലെ രാജ്ഞിമാർക്ക് കഴിഞ്ഞു. അപ്പൊ ഇവിടെ അന്നത്തെ കാര്യം യുധിഷ്ഠിരൻ ഓർക്കുകയാണ്. യത്പാദ ശുശ്രൂഷണ മുഖ്യകർമ്മണ. അപ്പൊ ആരുടെ പാദശുശ്രൂഷ കൊണ്ടാണോ അപ്പൊ പരമമായ സേവനങ്ങൾ അതിൽ വെച്ച് ഏറ്റവും പരമപ്രധാനവും ശ്രേഷ്ഠവുമായത് എന്താണ്? ഭഗവത് പാദാംബുജ ശുശ്രൂഷയാണ്. ഭഗവാന്റെ പാദത്തെ ശുശ്രൂഷിക്കാൻ നമുക്ക് കഴിയുക എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ളത്. അപ്പം രാജ്ഞിമാർക്ക് അതിന് കഴിഞ്ഞു. അവര് 16,108 രാജ്ഞിമാരാണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ചെയ്യാന് ഈ രാജ്ഞിമാർക്ക് കഴിഞ്ഞു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. യത്മാദ ശുശ്രൂഷണ മുഖ്യകർമ്മണ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പിന്നീട് അപ്പൊ അങ്ങനെ സത്യഭാമയുടെ നേതൃത്വത്തിലുള്ള രാജ്ഞിമാരെ കുറിച്ചാണ് എടുത്ത് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം രാജ്ഞിമാർ ദേവന്മാരെ പരാജയപ്പെടുത്തുന്നതിൽ ഭഗവാൻ പ്രഭിച്ചു. ഇവരെ നമുക്ക് ആ കഥയൊക്കെ അറിയാം അല്ലേ? പാരിജാതം കൊണ്ടുവന്ന കഥ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ അങ്ങനെ പല കാര്യത്തിലും രാജ്ഞിമാർക്ക് എന്ത് ഇഷ്ടമുണ്ടോ അത് നടത്തി കൊടുക്കാൻ ഭഗവാൻ സാധാരണ ഒരു ഭർത്താവിനെ പോലെ ചെയ്തിരുന്നു എന്നുള്ളതാണ്. ഈ 16,108 കൃഷ്ണന്മാരായി തിരിഞ്ഞിട്ട് ഓരോ രാജ്ഞിമാരുടെയും ഇഷ്ടം എന്നുവെച്ചാൽ നമുക്ക് നാരദരെ ദ്വാരക സന്ദർശിക്കുന്നുണ്ട്. ഇദ്ദേഹം എങ്ങനെയാണ് ഇങ്ങനെ ഓരോ രാജ്ഞിമാരുടെ കൂടെയും കഴിയുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പം രാജ്ഞിമാരൊക്കെ അവരുടെ ജീവിതത്തെക്കുറിച്ച് ഓരോരുത്തർക്കും ചെല്ലുമ്പോൾ ഭഗവാൻ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവരുടെ കുട്ടികളെ കളിപ്പിക്കുകയോ അല്ലെങ്കിൽ അവരുടെ ഇഷ്ടം എന്താണ് അതിനനുസരിച്ച് നിന്ന് കൊടുത്തു. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഇവരൊക്കെ നമ്മളെപ്പോലുള്ള സാധാരണ സ്ത്രീകളായിരുന്നില്ല. അവരൊക്കെ അത്രമാത്രം പുണ്യം നേടിയവരായിരുന്നു. ഭഗവാന്റെ ഭാര്യമാരാകത്തക്ക പുണ്യം നേടിയവരായിരുന്നു. അതുകൊണ്ട് ഭഗവാൻ അവരുടെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു കൊടുക്കേണ്ടതായിട്ട് വന്നു എന്നുള്ളതാണ്. അപ്പം എങ്ങനെ ഏറ്റവും വളരെ അതായിട്ടുള്ള ഇന്ദ്രപത്നിമാരുടെ വിശേഷമായിട്ടുള്ള അധികാരത്തെ പോലും അനുഭവിക്കാൻ ഈ രാജ്ഞിമാർക്ക് ഭഗവാൻ അവസരം കൊടുത്തു എന്നുള്ളത് നമ്മള് സ്വന്തം രാജ്ഞിമാരാണ്. സാധാരണ പുരുഷന്മാരെങ്ങനെയാണ്? ഭാര്യമാർക്ക് എന്റെ അധീനതയിലെല്ലാം നടക്കണം, എന്റെ ഭാര്യമാരൊക്കെ ഒന്നും പ്രാധാന്യം കൊടുക്കുന്നതിൽ മിക്കവാറും പുരുഷന്മാരും വലിയ പ്രാധാന്യമൊന്നും കൊടുക്കാറില്ല. അപ്പൊ ഇവിടെ അങ്ങനെയല്ല. ഭഗവാൻ എന്താണ് ചെയ്തതെന്ന് പറഞ്ഞാൽ ഓരോരുത്തരും ഓരോ രീതിയിലുള്ള പുണ്യം നേടിയിട്ടാണ് ഭഗവാന്റെ ഭാര്യമാരായിരിക്കുന്നത്. അപ്പൊ അവർക്ക് വേണ്ടത് എന്തോ അത് ഭഗവാൻ അറിയാം. അവരുടെ മനസ്സ് ഭഗവാൻ അറിയാം. അവരെങ്ങനെയാണ് ഭഗവാനെ നേടിയെടുത്തത്? എത്രയോ കാലങ്ങളായിട്ട് പുണ്യങ്ങൾ ചെയ്ത് നേടിയെടുത്തതാണ്. അപ്പൊ ആ ചെയ്ത കാര്യങ്ങളൊക്കെയും ഭഗവാൻ അറിയാം. ഒന്നും ഭഗവാൻ മറക്കുകയില്ല. അങ്ങനെ ഭഗവാൻ എന്ത് ചെയ്തു? ഭഗവാൻ അവരുടെ ഇഷ്ടത്തിന് നിന്ന് ഇവരെ ഇന്ദ്രപത്നിമാരുടെ
വിശേഷാധികാരത്തെ പോലും ഇവർക്ക് അനുഭവിക്കത്തക്ക രീതിയിൽ കൊടുത്തു. അവരെന്താവശ്യപ്പെടുന്നോ അത് നൽകി കൊടുത്തു എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ നമുക്കറിയാം, എല്ലാവർക്കും ഭഗവാന്റെ പത്നിമാരുടെ 8 പ്രിൻസിപ്പൽ വൈഫ്സിന്റെ പേരെല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? ആർക്കെങ്കിലും പറയാമോ? ആരൊക്കെയാണ് ഭഗവാന്റെ പ്രിൻസിപ്പൽ ആയിട്ടുള്ള? 16,001 നമുക്കറിയാവുന്നതല്ല, എന്നിരുന്നാൽ തന്നെയും ആർക്കെങ്കിലും അറിയാമോ? 8 കാര്യം. രുക്മിണി, ജാമ്പവതി, പിന്നെ രുക്മിണി, സത്യഭാമ, മിത്ര, കാളിന്തി. ഒന്നാമത്തേത് രുക്മിണി, രണ്ടാമത്തേത് ജാമ്പവതി. രണ്ടാമത്തേത് സത്യഭാമയാണെന്നാണ് എല്ലാം ധരിച്ചിരിക്കുന്നത്. പക്ഷെ രണ്ടാമത്തേത് ജാമ്പവതിയാണ്. ജാമ്പവതിയെ കല്യാണം കഴിച്ചതിന് ശേഷമാണ് ഇവിടെ വന്നിട്ട് സത്യഭാമ കല്യാണം കഴിക്കുന്നത്. നമുക്ക് എന്താണ് സൂര്യൻ കൊടുത്ത സത്രാജിത്തിന്റെ മകളായിരുന്നു സത്യവതി എന്നെല്ലാവർക്കും അറിയാം. അദ്ദേഹം സൂര്യനൊരു മണി കൊടുത്തിരുന്നു. അതിനെക്കുറിച്ചുള്ള കഥകളൊക്കെ നിങ്ങൾ കേട്ട് കാണും. അങ്ങനെ സത്യഭാമയെ പിന്നീടാണ് വിവാഹം കഴിക്കുന്നത്. എല്ലാവരും തിരിച്ചാണ് മനസ്സിലാക്കുക. പക്ഷെ ആദ്യത്തെ രുക്മിണി, പിന്നെ ജാമ്പവതി, പിന്നെ സത്യഭാമ. പിന്നെയാണ് കാളിന്തി പോകുന്നത്. അർജുനനും അദ്ദേഹം കൂടെ യമുനയിൽ വരുന്ന സ്ഥലത്ത് കാളിന്തിയെ കാണുന്നത്. കാളിന്തിയെ കല്യാണം കഴിക്കുന്നു. പിന്നെ നഗ്നജിരി എന്ന് പറഞ്ഞ് ഒരാളെ കല്യാണം കഴിച്ചു. മിത്രവിന്ദയെ വിവാഹം കഴിച്ചു. ലക്ഷ്മണയെ വിവാഹം കഴിച്ചു. ഭദ്രയെ വിവാഹം കഴിച്ചു. അങ്ങനെ അത്രയും പേരാണ് ഭഗവാന്റെ പ്രിൻസിപ്പൽ വൈസ് ആയിട്ട് ഉള്ളത്. അത് മറ്റേ 16,100 പേരെ അവിടെ നിന്നും കൊണ്ടുവരികയും ചെയ്തു. അപ്പൊ അങ്ങനെ 16,108 ഭാര്യമാരുള്ളതാണ് നമ്മൾ പറയുന്നത്. അപ്പൊ സത്യഭാമയുടെ പ്രത്യേകതയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് ഇതിൽ ഇട്ടിട്ടുണ്ട്, പ്രഭു ഇട്ടിട്ടുണ്ട് അതിന്റെ എക്സ്പ്ലനേഷൻസ്, ഭാവാർത്ഥം. അത് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. ഞാൻ അത് എടുത്തിരുന്നാൽ ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടതായി വരും. സത്യഭാമയെ കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ സത്യഭാമയെ വിവാഹം കഴിക്കാൻ കാരണം യാദവ രാജാവായിരുന്നു സത്രാജിത്ത് എന്ന് പറയുന്നത്. സത്രാജിത്ത് എന്ന് പറഞ്ഞാൽ അവിടുത്തെ റോയൽ കിങ് ആയിരുന്നു. ഒരു ദ്വാരകയിലെ ട്രഷറി സൂക്ഷിച്ചിരുന്ന ആളായിരുന്നു. വലിയ പണമുള്ള ആളാണ്. അപ്പൊ അത് സൂര്യനെ എന്നും ധ്യാനിച്ചിരുന്നു. അങ്ങനെ സൂര്യൻ അവർക്ക് സെമന്തരത്നം കൊടുത്തിരുന്നു. ആ സെമന്തകരത്നം ഒരു രാജ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എന്തെങ്കിലും അസ്വാഭാവികമായിട്ടുള്ളത് കിട്ടിയാൽ അത് ആർക്കാണ്? രാജ്യത്തിനുള്ളതാണ്. അത് രാജ്യത്തിന് കൊടുക്കേണ്ടതാണ്. പക്ഷേ ഇദ്ദേഹം അത് കൊടുക്കാതെ സ്വന്തം കയ്യിൽ വെച്ച് അനുഭവിച്ചു കൊണ്ടിരുന്നു. ഒരിക്കൽ കൃഷ്ണൻ പറഞ്ഞു, ഇത് ദ്വാരകാപതിക്ക് കൊടുക്കേണ്ടതാണ്. അതുകൊണ്ട് ഇത് ആർക്കാണ്? ഉഗ്രസേന മഹാരാജാവിന് അവകാശപ്പെട്ടതാണ്. അന്ന് ഭരിച്ചിരിക്കുന്ന ഉഗ്രസേനാണല്ലോ. അപ്പൊ അങ്ങനെ അദ്ദേഹത്തിന് അത് നൽകണമെന്ന് പറഞ്ഞപ്പം അദ്ദേഹം അത് കൊടുക്കാതിരുന്നു. സത്രാജിത്ത് അത് കൊടുത്തില്ല. സത്രാജിത്ത് അത് കയ്യിൽ വെച്ച് അനുഭവിച്ചു. അങ്ങനെ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ അനുജനായ പ്രസേനൻ അതും എടുത്തുകൊണ്ട് ഒരു കുതിരപ്പുറത്ത് കയറി കാട്ടിലേക്ക് പോകുന്ന അവസരത്തിൽ അവിടെ വെച്ചൊരു സിംഹം വന്നിട്ട് അവനെ ആക്രമിച്ച് അവനെ വധിക്കുന്നുണ്ട്. അവിടെ കിടന്ന ആ സെമന്തകരത്നം ജാമ്പവാന്റെ കൂട്ടത്തിൽപ്പെട്ട ആരും എടുത്തോണ്ട് പോയി ജാമ്പവാന്റെ വെക്കുന്നു. അവിടെ കുട്ടികൾ കളിക്കുകയാണ്. അവർക്ക് ഇതിന്റെ വാല്യൊന്നും അറിഞ്ഞുകൂടാ സെമന്തകരത്നത്തിന്. അപ്പൊ അങ്ങനെ അവിടെ വെച്ച് അത് അവിടെ പെട്ടുപോയി. പിന്നെ കൃഷ്ണനാണത് മോഷ്ടിച്ചത് എന്ന് നാട് മുഴുവനും വലിയ ഖ്യാതി ഉണ്ടായി. അങ്ങനെ കൃഷ്ണൻ നേരത്തെ ചോദിച്ചിരുന്നല്ലോ. അപ്പൊ അങ്ങനെ ആ ഖ്യാതി കാരണം വലിയ ഒരു ആവശ്യമില്ലാത്ത ഇങ്ങനെ ഓരോരുത്തർ പറഞ്ഞ് ബലരാമന്റെയും വായിൽ അടുത്തെത്തി. അപ്പൊ ബലരാമൻ വന്ന് പറഞ്ഞടാ, നിന്നെ കുറിച്ച് എന്ന് വെച്ചാൽ ആ രീതിയിലാണല്ലോ സംസാരിക്കുന്നത്. അനിയ, നിന്നെ കുറിച്ച് ഇങ്ങനെ ഇത് നടക്കുന്നുണ്ട്, നീ അത് തെളിയിച്ചു കൊടുക്കേണ്ടത് ഇതിന്റെ ആവശ്യമാണെന്ന് പറയും. കൃഷ്ണൻ പോകുന്നുണ്ട്. കൃഷ്ണൻ പോകുന്ന അവസരത്തില് ഇങ്ങനെ തിരക്കി പോകുമ്പോഴാണ് അവിടെ ചെല്ലുന്നുണ്ട് ഇങ്ങനെ സിംഹം ഇങ്ങനെ വധിച്ചിരിക്കുന്ന പ്രസേനന്റെ ശരീരം കാണുന്നതും അവിടുന്ന് അദ്ദേഹം പിന്നെയും നടന്ന് എത്തുന്നത് എവിടെയാണ്? ജാമ്പവ ഗുഹയിലാണ്. അങ്ങനെ ജാമ്പവന്റെ അടുത്ത് ചെല്ലുമ്പോൾ കുട്ടി കളിച്ചുകൊണ്ടിരിക്കുകയാണ് സെമന്തകം വെച്ച്. അവിടെ വെച്ച് ജാമ്പവാനുമായിട്ട് വലിയ യുദ്ധം നടക്കുന്നുണ്ട്. എത്രയോ ദിവസത്തെ യുദ്ധമാണ്, ഭയങ്കരമായ യുദ്ധം. ഒട്ടും ജാമ്പവാൻ തോറ്റു കൊടുക്കില്ല, കൃഷ്ണനും തോറ്റു കൊടുക്കില്ല. അങ്ങനെ അവിടെ വെച്ച് ഭയങ്കര യുദ്ധം നടന്നതിന് ശേഷം ജാമ്പവാന് മനസ്സിലാകുന്നു, ഇത് എന്നെ തോൽപ്പിക്കാൻ വന്നിരിക്കുന്നത് ആരാണ്? ഭഗവാൻ അല്ലാതെ ആർക്കാണ് കഴിയുന്നത് എന്നുള്ള ചിന്താഗതി വെച്ച് മനസ്സിലാക്കി എടുക്കുകയും അങ്ങനെ നമസ്കാരം ഭഗവാനോട് മാപ്പി ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. അവിടെ വെച്ച് ഈ സെമന്തകവും കൊടുക്കുന്നു. മകളായ ആരെയാണ്? ജാമ്പവതിയെയും കൊടുക്കുന്നു. അവിടുന്ന് തിരിച്ചു വരുന്ന വഴിക്കാണ് അവിടെ കൊടുക്കുന്നു. ആരുടെ കൊടുക്കുന്നു? സത്രാജിത്തിന്റെ അടുത്ത് കൊണ്ട് ഇത് ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ സത്രാജിത്തിനെ ആരോ വധിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ കഥകൾ ഒരുപാടുണ്ട്, പറയാൻ സമയമില്ല. അങ്ങനെ സത്രാജിത്ത് പിന്നീട് തന്റെ മകളെ സത്യഭാമയ്ക്ക് ചില പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ സത്യഭാമയെ
ആർക്ക് വിവാഹം കഴിച്ചു കൊടുക്കുന്നുണ്ട്? ഭഗവാന് വിവാഹം കഴിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണ് സത്യഭാമ വരുന്നത്. പിന്നെ സത്യഭാമ എന്ന് പറയുന്നത് ഭഗവാന്റെ ഭാര്യയാകത്തക്ക രീതിയിൽ നമ്മുടെ സത്യഭാമയുടെ കഥകൾക്ക് കേൾക്കുമ്പോഴേ സ്വല്പം കുശുമ്പും ഇതൊക്കെ ഉള്ള ആളായിരുന്നു. എന്ന് വെച്ചാൽ ഞാനൊരു വലിയ ആളാണെന്ന് അല്പം ചിന്താഗതി ഉണ്ടായിരുന്നു. അത് കുറയ്ക്കാൻ വേണ്ടി ഭഗവാൻ പിന്നെ ശ്രമിക്കുന്നതും തുളസിയിൽ വെച്ച് ഭഗവാനെ അത് മാറ്റിക്കെടുക്കുന്നൊക്കെ കഥകളുണ്ടല്ലോ. അവിടുന്ന് ഈ സത്യഭാമ വന്നിട്ട് ഭഗവാനെ ഒരുപാട് സഹായിക്കുന്നുണ്ട്. എന്താ യുദ്ധത്തിൽ, നരകാസുരമായിട്ടുള്ള യുദ്ധത്തിലൊക്കെ അവിടെ പോകുന്നതായിട്ടൊക്കെ കഥകളിൽ പറയുന്നുണ്ട്. പക്ഷെ കഥയും പറഞ്ഞുകൊണ്ടിരുന്ന നമുക്ക് സമയമില്ല, അതുകൊണ്ട് നിങ്ങൾ അതൊന്ന് വായിച്ചോളൂ. പ്രഭു അത് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇതിനകത്ത് നരകാസുരനെ കുറിച്ചും അതിന്റെ കാര്യങ്ങളെല്ലാം പറയുന്നു. വളരെ ഗുണവതിയായിരുന്നു സത്യഭാമ. ഭൂമിയുടെ ഇൻകാർണേഷനാണ് സത്യഭാമ എന്ന് പറയുന്നത്. ഭൂമിയുടെ ഇൻകാർണേഷനാണ്. പിന്നെ അതുപോലെ ഭഗവാനെ കിട്ടാൻ വേണ്ടി ഒരുപാട് പ്രാർത്ഥിച്ചിരുന്ന ആളാണ്. അതുപോലെ തുളസി വനം, അതാണ് തുളസി തന്നെ ഒരുപാട് തുളസി വെച്ച് പിടിപ്പിച്ചിട്ട് തുളസി വനം ഉണ്ടാക്കി ഭഗവാനെ ആകർഷിച്ചു. ഭഗവാന് ഭയങ്കര ഇഷ്ടമാണല്ലോ തുളസി. അങ്ങനെയും കേൾക്കുന്നുണ്ട്. ആ തുളസി വഴി ഭഗവാനെ പ്രീതിപ്പെടുത്തുകയും ചെയ്ത ആളായിരുന്നു സത്യഭാമ എന്ന് പറയുന്നത്. പിന്നെ ഭൂമിയുടെ ഇൻകാർണേഷൻ ആണെന്ന് പറയുന്നു. നരകാസുര വധത്തിന് വേണ്ടി പോയപ്പോഴേ അവിടെ ചെന്ന് അതിന് സഹായിച്ചതും സത്യഭാമയായിരുന്നു. ഗുണവതിയായിരുന്നു. എന്ന് വെച്ചാൽ പ്രീവിയസ് ബർത്തില് എന്ന് വെച്ചാൽ മുമ്പുള്ള ജന്മത്തെ അവര് ഗുണവതി എന്നും പറഞ്ഞൊരു സ്ത്രീ ആയിരുന്നു. അവരെ ഒരുപാട് ഗുണങ്ങൾ ചെയ്ത, എന്ന് വെച്ചാൽ ഭഗവാനെ കിട്ടാൻ വേണ്ടി പല കാര്യങ്ങളും ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു. പിന്നെ അതുപോലെ സത്യഭാമ സ്വർഗലോകത്തിൽ പോയിരുന്നു. ലോകത്തിൽ പോയ അവസരത്തിൽ ശചീദേവി വളരെ ഇതായിട്ട് അവരെ സ്വീകരിക്കുകയും ചെയ്തു. അതുപോലെ അവരെല്ലാ വിശേഷമായിട്ടുള്ള കാര്യങ്ങളെല്ലാം സ്വർഗത്തിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം കാണിച്ചു കൊടുത്തു. അങ്ങനെ സ്വർഗലോകത്തിൽ നിന്ന് ഒരുപാട് വിശേഷമായ കാഴ്ച വസ്തുക്കളും അവർക്ക് ലഭിച്ചിരുന്നു. പിന്നീട് അതുപോലെ അതിഥി മാതാവ് ദേവന്മാരുടെ അമ്മയെ കൊണ്ടുപോയി കാണിച്ചു. അമ്മയെ കണ്ട് അമ്മയെ ദർശിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ കാര്യമായിട്ടുള്ളതാണ്. അങ്ങനെ അവരെ കാണാൻ കഴിഞ്ഞു. പിന്നെ അവരെപ്പോഴും ഒരനുഗ്രഹം കൊടുത്തു. എന്താണ്? കൃഷ്ണൻ ഭൂമിയിലുള്ളിടത്തോളം നിന്റെ കാന്തിക്ക് ഒരു കുറവും വരാതെ ഇരിക്കട്ടെ എന്നുള്ള, അത്രമാത്രം കൃഷ്ണൻ നോക്കുന്നിടത്തോളം കാലം നിന്റെ സൗന്ദര്യത്തിന് ഒരു കുറവും വരരുത്, അത്രമാത്രം സുന്ദരിയായിരിക്കട്ടെ എന്നുള്ള ആശീർവാദവും കൊടുത്തിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ നമുക്കറിയാം സത്യഭാമയാണ് ആഗ്രഹിച്ചത് എന്ത് കൊണ്ടുവരാനായിട്ട്? പാരിജാതം കൊണ്ടുവരാനായിട്ട് സത്യഭാമയാണ് ആഗ്രഹിച്ചത്. അങ്ങനെ ഞാനിത് കഥയായതുകൊണ്ടാണ് ധൃതി വെച്ച് അങ്ങ് പോകുന്നത്. നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം. അങ്ങനെ സത്യഭാമയ്ക്ക് വേണ്ടി പാരിജാതത്തെ അവിടെ നിന്ന് ദേവന്മാരുമായിട്ട് യുദ്ധം നടത്തി. ദേവാസുര യുദ്ധമല്ല, കൃഷ്ണൻ ഭഗവാനുമായിട്ട് ആര് യുദ്ധം നടത്തി? ദേവേന്ദ്രൻ യുദ്ധം നടത്തി പാരിജാതം കൊണ്ടുവന്നതിനുള്ള പ്രതികാരമായിരുന്നു അത് ചെയ്തത്. നമുക്കറിയാം സീത അനസൂയയ്ക്ക് ഒരു വരം കൊടുത്തിരുന്നു. അനസൂയ സീതയ്ക്ക് ഒരു വരം കൊടുത്തിരുന്നു. എന്ത്? നിന്റെ കാന്തി ശ്രീരാമചന്ദ്രന്റെ മുമ്പിൽ നിന്റെ കാന്തിക്ക് ഒരു കുറവും വരാതെ ഇരിക്കട്ടെ എന്ന്. അതുപോലെ ഇവിടെയും ആര് കൊടുത്തിരുന്നു? സത്യഭാമയ്ക്ക് അതിഥി വരം കൊടുത്തിരുന്നു. അങ്ങനെ പിന്നെ പറയാനുള്ളത് പിന്നെ സത്യഭാമയുടെ കൊട്ടാരം എന്ന് പറയുന്നത് ഭഗവാനെ പാരിജാത വൃക്ഷവും കൊണ്ടുവച്ചിരുന്നു. പക്ഷെ എന്നാലേ രുക്മിണി അതിന് യാതൊരു പരിഭവവും പറഞ്ഞതുമില്ല. പിന്നീട് തന്റെ കൊട്ടാരത്തിലാണെങ്കിൽ എല്ലാവിധത്തിലുള്ള ഒരുക്കങ്ങളും അമൂല്യമായ രത്നങ്ങളാൽ കാരണം എന്താ ഇരിക്കുന്നത്? സത്രാജിത്ത് കൊടുത്ത മണിയുണ്ട്, വിചാരിക്കുന്ന അത്രയും സ്വർണം ഉണ്ടാക്കാൻ കഴിയും. അപ്പൊ അതുകൊണ്ട് എന്താണ്, അമൂല്യമായ രത്നങ്ങളാൽ തന്റെ കൊട്ടാരത്തെ, തന്റെ പതിദേവനെ എങ്ങനെയൊക്കെ അലങ്കരിക്കാമോ അത്രമാത്രം ആകർഷകമാക്കി കൊട്ടാരത്തെ അലങ്കരിച്ചു വെച്ചിരുന്നു. തന്റെ കീർത്തിമാനായ തന്റെ ഭർത്താവിന്റെ സാന്നിധ്യത്തെ വിളിച്ചോതുന്ന വിധത്തിൽ ആയിരുന്നു അവരുടെ കൊട്ടാരം ഒരുക്കിയിരുന്നത്. പിന്നെ ദ്രൗപദിയെ കാണാൻ പോയിരുന്നു. അതും തന്റെ പതിദേവനോടൊപ്പമാണ് പോയത്. അവിടെ ചെന്ന് ദ്രൗപദിയെ കണ്ട് ദ്രൗപദി സംസാരിക്കുകയും അതിവിദഗ്ധയായി 5 ഭർത്താക്കന്മാരെ ഒരുപോലെ കൊണ്ടുപോകുന്ന സ്ത്രീയായിരുന്നു ആര്? ദ്രൗപദി. അവിടെ യാതൊരു പ്രശ്നങ്ങളും ഒരിക്കലും ഉണ്ടായിട്ടില്ല ദ്രൗപദിയുടെ പേരിൽ. അതുകൊണ്ട് അവിടെ നിന്ന് ഒരു അഡ്വൈസ് കിട്ടാൻ അവർ ആഗ്രഹിച്ചു, സത്യഭാമ ആഗ്രഹിച്ചു. അങ്ങനെ സത്യഭാമ ദ്രൗപദിയെ കണ്ട് സംസാരിക്കുകയും അങ്ങനെ എല്ലാവിധ എപ്പോഴും നിന്റെ കാന്തി ഒരിക്കലും കുറയാതിരിക്കത്തക്ക രീതിയിൽ നീ എന്താണ് നിന്റെ പതിദേവനെ എങ്ങനെയാണ് പ്രസാദിപ്പിക്കേണ്ടത് എന്നുള്ള അനുഗ്രഹമൊക്കെ വാങ്ങിയിരുന്നു. അങ്ങനെ ദ്രൗപദിയിൽ നിന്ന് ഉപദേശമൊക്കെ സ്വീകരിച്ച് സത്യഭാമ സന്തോഷിച്ചാണ് തിരിച്ച് ദ്വാരകയിലേക്ക് മടങ്ങിയത്. പിന്നെ അതിയായ
പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് രാജ്ഞിമാരെല്ലാം ഭഗവാൻ തിരിച്ചു പോയി. അത് വളരെയധികം അവർക്ക് രാജ്ഞിമാർക്ക് ആർക്കും തന്നെ സഹിക്കാൻ കഴിയാത്തതായിരുന്നു. അങ്ങനെ പക്ഷേ എന്ത് ചെയ്യാനാണ്, ഭഗവാൻ അങ്ങ് പോവുകയും ചെയ്തു. അർജുനനെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നവരെല്ലാം കൊണ്ടുപോകാൻ. പക്ഷെ പോയ വഴിക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് നമുക്കറിയാം. അതിന്റെ കൂട്ടത്തിൽ സത്യഭാമി അതിനെ തിരിച്ചു പോയില്ല. സത്യഭാമി എന്ത് ചെയ്തു, തപസ് അനുഷ്ഠിക്കുന്നതിനായി വനത്തിലേക്ക് പോയതിനു ശേഷം പിന്നീടാണ് അവര് തിരിച്ചു പോകുന്നത് എന്ന് നമുക്കറിയാം. പിന്നെ ഭഗവാന്റെ പ്രത്യേകത പിന്നെ പറഞ്ഞിട്ടുണ്ട് ശ്രീല പ്രഭുപാദര് ഒരു സാധാരണ ഭർത്താവിനെ പോലെ സ്വപത്നിയുടെ ഇംഗിതത്തിനെല്ലാം വഴങ്ങിക്കൊടുക്കുന്നതായി നമുക്ക് തോന്നും ഭഗവാന്റെ പ്രകൃതം കണ്ടാല്. പക്ഷേ എന്തുകൊണ്ട് അത് ചെയ്തു എന്നുള്ളത് നമ്മള് മനസ്സിലാക്കണം. അത്രമാത്രം ജന്മങ്ങൾ ഭഗവാന് വേണ്ടി കാത്തിരുന്ന സ്ത്രീകളായിരുന്നു അവര് ഭഗവാനല്ലാതെ അവരുടെ മനസ്സിൽ എത്രയോ ജന്മങ്ങളായിട്ട് വേറെ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവരുടെ ആഗ്രഹ സാഫല്യത്തിനായി ഭഗവാന്റെ അടുത്ത് ഭഗവാന്റെ ഭാര്യമാരായിട്ട് വന്ന് ജനിക്കാനും അങ്ങനെ ഭഗവാനെ പ്രസാദിപ്പിക്കാനും ഭഗവാനെ നിന്ന് എല്ലാ കാര്യങ്ങളും ഭഗവാൻ എന്ത് അവരാശിക്കുന്നോ അതെല്ലാം നേടിക്കൊടുക്കാൻ ഭഗവാൻ തയ്യാറാകുകയും ചെയ്തു. അതൊക്കെ അവര് ചെയ്തിരുന്ന പുണ്യങ്ങളുടെ ഫലമാണ്. ഇപ്പം അതൊരു സാധാരണ സ്ത്രീകളൊക്കെ പറയും ഭഗവാൻ അത് ചെയ്തില്ലേ, ഭഗവാൻ അങ്ങനെ ചെയ്തില്ലേ, ഇങ്ങനെ ചെയ്തില്ലേ എന്ന് പറയും. അതിനകത്തൊക്കെ കാര്യമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ മനസ്സിൽ അത് വരാതെ ഇരിക്കണം. അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. പിന്നെ അതുപോലെ സ്വർഗരാജ്യത്തിലുള്ള പല വസ്തുക്കളും സ്വർഗീയമായിട്ടുള്ളവർക്കുള്ളതാണ്, നമ്മുടെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരാനുള്ളതാണ്. അല്ല എങ്കിൽ പോലും എവര് ചെയ്ത പുണ്യത്തിന്റെ ഫലമായിട്ട് ഭഗവാന്റെ സാമ്രാജ്യം എന്ന് പറയുന്ന സ്വർഗത്തിന് തുല്യമാണ്. സുധർമ്മ എന്ന് വെച്ചാൽ സ്വർഗത്തിൽ നിന്ന് ഉള്ളതാണ്. ആ സുധർമ്മ കൊട്ടാരത്തെ പോലെ ഇവിടെ കൊണ്ടുവരുന്നതിന് അവിടെ ശ്രമിച്ചു എന്ന് പറയുന്നു. അങ്ങനെ അതെല്ലാം ഭഗവാന്റെ കയ്യിൽ നിന്ന് ഇവർക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു. ഭാര്യമാർക്കും അതുപോലെ ദ്വാരകവാസികൾക്ക് ഭഗവാന്റെ എല്ലാ ഐശ്വര്യങ്ങളും അനുഭവിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. സ്വർഗലോകത്തെ ദേവന്മാരുടെ മഹനീയ പത്നിമാരുടെ വിശേഷാധികാരത്തെ ആസ്വദിക്കാനുള്ള ഭാഗ്യം അവർക്ക് ലഭിച്ചു. അവിടെയും സ്വർഗവും ആക്കി മാറ്റി, ദ്വാരകയെ സ്വർഗമാക്കി മാറ്റി. ഭക്തിമാരെ വേണ്ട എല്ലാ സ്വർഗീയ സുന്ദരിമാരെ പോലെയും അവിടെ സ്വർഗീയ ലോകത്തെ ഭക്തിമാരെ പോലെയും അവർക്ക് വസിക്കാനുള്ള അധികാരം കൊടുത്തു എന്നാണ് ഇവിടെ പറഞ്ഞത്. ഹരേ കൃഷ്ണ. ഈ ശ്ലോകം ഒരാളൊന്ന് വായിച്ചോളൂ. മുന്നോട്ട് പോവാം. ഭഗവതേ വാസുദേവായ യത്പാദശുശ്രൂഷണ മുഖ്യകർമ്മണ സത്യാദയോ ദൃഷ്ടസഹസ്രയോഷിതഃ നിർജിത്യ സംഗേ ത്രിദശാംസ്തദാശിഷോ ഹരന്തി വജ്രായുധവല്ലഭോചിതഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ നമുക്ക് ദ്വാരകയിൽ സുധർമ്മ എന്നും പറഞ്ഞൊരു മന്ദിരമുണ്ടായിരുന്നു. ദേവന്മാരുടെ അന്തസ്സിനും പദവിക്കും ചെയ്യുന്ന ആ മന്ദിരത്തെയാണ് ഇവിടെ കൊണ്ടുവന്നത്. അതിനെ ബലാത്കരമായി കൊണ്ടുവന്നു എന്നൊക്കെയാണ് പറയുന്നത്. അതിനെ കുറിച്ച് പിന്നീട് പറയാം. അങ്ങനെയുള്ളായിരുന്നു അവിടുത്തെ മന്ദിരങ്ങളൊക്കെയും. അപ്പൊ ഇത്രയും ഇത് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കിയുള്ളൂ. സത്യഭാമയുടെ കാര്യം ഇത്രയും കാര്യങ്ങളാണ് മെയിൻ പോയിന്റ്സ് ആയിട്ട് ഉള്ളത്. യദ്ബാഹുദണ്ഡാഭ്യുദയാനുജീവിനോ യദുപ്രവീരാഹി അകുതോ ഭയാമുഹു അതിക്രമന്ത്യംഗ്രിഭിരാഹൃതാംബലാ സഭാം സുധർമാം സുരസത്തമോചിതാം. യദ്ബാഹുദണ്ഡാഭ്യുദയാനുജീവിനോ യദുപ്രവീരാഹി അകുതോ ഭയാമുഹു അതിക്രമന്ത്യംഗ്രിഭിരാഹൃതാംബലാ സഭാം സുധർമാം സുരസത്തമോചിതാം. യത് ബാഹുദണ്ഡാഭ്യുദയാനുജീവിനോ എന്ന് പറഞ്ഞാൽ, യത് എന്ന് പറഞ്ഞാൽ ആരുടെ, ബാഹുദണ്ഡ ബാഹുക്കളെ, പിന്നെ അഭ്യുദയ സ്വാധീനിക്കപ്പെടുക. അഭ്യുദയം നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ അഭ്യുദയം എന്ന് വെച്ചാൽ ഉയർച്ചയാണ്. ഇവിടെ അഭ്യുദയം എന്ന് വെച്ചാൽ സ്വാധീനിക്കപ്പെടുക. അനുജീവിനഹ എന്ന് പറഞ്ഞാൽ സാധാരണയായി ജീവിക്കുന്ന, സർവ്വത എപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്ന യദുക്കന്മാരെ, യദുകുലത്തെ കുറിച്ചറിയാൻ ഭഗവാൻ ജനിച്ച യദുകുലം, യദുകുലത്തിലെ അംഗങ്ങൾ പ്രവീര, അവര് വളരെ വീരന്മാരായിരുന്നു. ഹി അകുതോഭയ, എല്ലാ തലത്തിലും അവർ നിർഭയരായിരുന്നു. പിന്നെ അതുപോലെ പിന്നെ അടുത്ത വാക്ക് മുഹുഹു എന്ന് പറഞ്ഞാൽ തുടർച്ചയായി നിരന്തരമായിട്ട്. അകുതോഭയ എന്ന് പറഞ്ഞാൽ യാതൊരു ഭയവും ഇല്ലാത്തവരായി. മുഹുഹു നിരന്തരം തുടർച്ചയായിട്ട്. അതിക്രമന്തി എല്ലാത്തിനെയും തരണം ചെയ്തു പോകുന്നു.
അംഗ്രിഫി എന്ന് വെച്ചാൽ നമ്മുടെ പാദം കൊണ്ട്, ആഹൃത കൊണ്ടുവരിക, ബലാത്കാരമായി, സഭയിൽ, സുധർമ്മൻ, സുരസത് സപ്തമ ദേവന്മാരിൽ ഏറ്റവും ഉത്തമനായ, ഉചിതാം അർഹതയുള്ള. അതിനെ പിരിക്കുന്നത് യത് ബാഹുദണ്ഡ അഭ്യുദയ അനുജീവിനഃ യദു പ്രവീര ഹി അകുതോഭയ. ഹി അകുതോഭയ എന്നാണ് കിടക്കുന്നത്. ഹി അകുതോഭയ, സമയമായില്ലേ, അകുതോഭയ. പിന്നെ മുഹു അതിക്രമന്തി അംഗ്രിഭി ആഹൃത ബലാത് സഭ സുധർമ്മ സുരസത്തമ ഉചിത. ഇത്രയും വാക്കുകളാണ് ഉള്ളത്. ഇപ്പൊ യദ്ബാഹുദണ്ഡാഭ്യുദയാനുജീവിനോ യദു പ്രവീരാഹി അകുതോ ഭയാമുഹു അതിക്രമന്ത്യംഗ്രിഭിരാഹൃതം ബലാത് സഭാം സുധർമ്മ സുരസത്തമോചിതാം. ഹരേ കൃഷ്ണ. നമുക്കിവിടെ നിർത്താം. ഇനി അടുത്ത ക്ലാസ് എന്നാണോ അന്ന് എടുക്കാം. ഹരേ കൃഷ്ണ. 37 ഒന്ന് വായിച്ചു കൊടുക്കാനില്ല. 37, 36 വായിക്കണം. 36 വളരെ പ്രധാനമായി. ഹരേ കൃഷ്ണ.